GK ഭാഗത്തു നിന്നും വരുന്ന പ്രധാനപ്പെട്ട 100 ടോപ്പിക്കിൽ ഇന്ന് എടുത്തിരിക്കുന്നത് 11ാമത്തെ ടോപ്പിക്കാണ് പഞ്ചവത്സര പദ്ധതികൾ. 2011 മുതൽ 2025 വരെ PSC ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതുകൂടാതെ ഈ ടോപ്പിക്ക് കവർ ചെയ്യാൻ പറ്റുന്ന എല്ലാ വസ്തുതകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പഞ്ചവത്സര പദ്ധതികൾക്ക് വേണ്ടി പിന്നീട് വേറൊരു വീഡിയോ അല്ലെങ്കിൽ വേറൊരു ബുക്ക് അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല. എല്ലാം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. കൂടാതെ ചാനലിൽ വരുന്ന വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വിശ്വേശ്വരയ്യയാണ്. ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് മാത്രമല്ല, അദ്ദേഹം ഇന്ത്യൻ എഞ്ചിനീയറിംഗ് ടെക്നോളജിയുടെ പിതാവ് എന്നും അറിയപ്പെടുന്നു. പ്ലാന്റ് എക്കണോമി ഫോർ ഇന്ത്യ എന്ന പുസ്തകം ഇദ്ദേഹത്തിൻ്റെയാണ്, വിശ്വേശ്വരയ്യയുടെയാണ്. അതുപോലെ തന്നെ വിശ്വേശ്വരയ്യയുടെ ജന്മദിനമായ സെപ്റ്റംബർ 15 എഞ്ചിനീയേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. ഒന്നുകൂടെ പറയാം, വിശ്വേശ്വരയ്യ ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവാണ്, ഇന്ത്യൻ എഞ്ചിനീയറിംഗ് ടെക്നോളജിയുടെ പിതാവാണ്, പ്ലാന്റ് എക്കണോമി ഫോർ ഇന്ത്യ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവാണ്. എഞ്ചിനീയേഴ്സ് ഡേ ആചരിക്കുന്നത് സെപ്റ്റംബർ 15. ഇനി വിശ്വേശ്വരയ്യയുടെ ജന്മസ്ഥലം കർണാടകയാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് ആസൂത്രണം എന്ന് പറഞ്ഞാൽ? ലഭ്യമായ വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തി സമൂഹത്തിൻ്റെ പ്രധാന സാമ്പത്തിക ലക്ഷ്യങ്ങൾ നേടാൻ നടത്തുന്ന മുന്നൊരുക്കത്തെയാണ് ആസൂത്രണം എന്ന് പറയുന്നത്. എന്നോടെ പറയാം, ലഭ്യമായ വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തി സമൂഹത്തിൻ്റെ പ്രധാന സാമ്പത്തിക ലക്ഷ്യങ്ങൾ നേടാൻ നടത്തുന്ന മുന്നൊരുക്കത്തെയാണ് ആസൂത്രണം എന്ന് പറയുന്നത്. ഈ രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് ആസൂത്രണത്തിൻ്റെ പ്രാധാന്യം സംബന്ധിച്ച് വ്യക്തമായ കാഴ്ചപ്പാട് ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമര കാലത്ത് തന്നെ രൂപപ്പെട്ടിരുന്നു. അതിൽ വളരെയധികം ശ്രദ്ധ ആകർഷിച്ചതാണ് ഈ വിശ്വേശ്വരയ്യയുടെ കാഴ്ചപ്പാടുകൾ. അതിനാലാണ് അദ്ദേഹത്തെ ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവെന്ന് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഇന്ത്യ രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച ലക്ഷ്യമിട്ട് വളരെ ആസൂത്രിതവും കൃത്യവുമായ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കപ്പെട്ട കൃതിയാണ് 1934 പ്രസിദ്ധീകരിക്കപ്പെട്ട പ്ലാന്റ് എക്കണോമി ഫോർ ഇന്ത്യ എന്ന് പറയുന്നത്. ഇത്രയും നേരം നമ്മൾ വിശ്വേശ്വരയ്യയും അദ്ദേഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി നമുക്ക് കുറച്ച് ടേംസ് നോക്കാം. ഒന്ന്, വളർച്ച. എന്താണ് വളർച്ച എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? രാജ്യത്തെ മൊത്തം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദന വർധനവിനെ പറയുന്നതാണ് വളർച്ച. അങ്ങനെയാണെങ്കിൽ സ്വാശ്രയത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ലഭ്യമായ വിഭവങ്ങൾ ഉപയോഗിച്ച് ഇന്ത്യയുടെ മാനവശേഷി പ്രയോജനപ്പെടുത്തി കൃഷിയിലും വ്യവസായത്തിലും സേവന മേഖലയിലും സ്വയം പര്യാപ്തത നേടാനുള്ള വിദേശ ആശ്രയത്വം ഇല്ലാതാക്കാനും ലക്ഷ്യമിടുന്നതാണ് സ്വാശ്രയത്വം. അതായത് 3 മേഖലകളിലും വിദേശ ആശ്രയത്വമില്ലാതെ സ്വയം പര്യാപ്തത നേടാൻ ലക്ഷ്യമിടുന്നതിനെയാണ് സ്വാശ്രയത്വം എന്ന് പറയുന്നത്. സാധനങ്ങളും സേവനങ്ങളുടെ ഉൽപാദന വർധനവിനെയാണ് വളർച്ച എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ തുല്യത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും അടിസ്ഥാന ആവശ്യങ്ങളായ ആഹാരം, വസ്ത്രം, പാർപ്പിടം, വിദ്യാഭ്യാസം, കുടിവെള്ളം, ആരോഗ്യ സുരക്ഷ എന്നിവ നിറവേറ്റുകയും സമ്പത്തിന്റെ നീതിപൂർവമായ വിതരണം സാധ്യമാകുകയും ചെയ്യുക എന്നതാണ് തുല്യത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഈ ദേശീയ ആസൂത്രണ കമ്മിറ്റിയാണ്. നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റിയാണ് ആസൂത്രണ കമ്മീഷന്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത്. ഇത് രൂപീകരിക്കപ്പെടുന്നത് 1938 1938 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായിരുന്ന സുഭാഷ് ചന്ദ്രബോസിന്റെ നേതൃത്വത്തിൽ നെഹ്റു അധ്യക്ഷനായിട്ടാണ് ആസൂത്രണ കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടത്. അധ്യക്ഷൻ ആരായിരുന്നു? നെഹ്റു ആയിരുന്നു. എന്നാൽ അതിന്റെ പ്രസിഡന്റ് ആരായിരുന്നു? സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു. അതിൽ 2 ക്വസ്റ്റ്യൻ വരാം. ഒന്ന്, 1938 INCയുടെ പ്രസിഡന്റ് ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുഭാഷ് ചന്ദ്രബോസ് ആണ്. എന്നാൽ അന്നത്തെ നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി അഥവാ ആസൂത്രണ കമ്മിറ്റി രൂപീകരിക്കപ്പെടുമ്പോൾ INCയുടെ പ്രസിഡന്റ് ആരായിരുന്നു എന്ന് ചോദിച്ചാലും സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഇനി ആസൂത്രണം 1938 രൂപീകരിക്കപ്പെട്ട ആസൂത്രണ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആണ്. മാറിപ്പോരുത്, കമ്മിറ്റിയുടെ അധ്യക്ഷനായിട്ട് വരുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. എന്നാൽ INCയുടെ അധ്യക്ഷൻ, INCയുടെ പ്രസിഡന്റ് ആരായിരുന്നു? സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു. അന്നത്തെ INCയുടെ പ്രസിഡന്റ് സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു പറഞ്ഞു. അദ്ദേഹത്തോട് ആസൂത്രണ കമ്മിറ്റി രൂപീകരിക്കാൻ നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞനാണ് മേഘനാഥ് സാഹെ. മേഘനാഥ് സാഹയുടെ നിർദ്ദേശപ്രകാരമാണ് സുഭാഷ് ചന്ദ്രബോസ് ഒരു ആസൂത്രണ കമ്മിറ്റി രൂപീകരിക്കാൻ തയ്യാറാവുന്നത്.
ഇനി ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച ലക്ഷ്യമിട്ട് ഒരു സംഘം വ്യവസായികൾ ചേർന്ന് രൂപം കൊടുത്തതാണ് ബോംബെ പ്ലാൻ എന്ന് പറയുന്നത്. ആസൂത്രണവുമായി ബന്ധപ്പെട്ട് 1944 നിലവിൽ വന്ന പദ്ധതിയാണ് ബോംബെ പ്ലാൻ എന്ന് പറയുന്നത്. ബോംബെയിലെ പ്രമുഖരായ 8 വ്യവസായികൾ ചേർന്ന് രൂപീകരിച്ച് തയ്യാറാക്കിയ പദ്ധതിയാണ് ബോംബെ പ്ലാൻ. 8 വ്യവസായികളാണ് അത്. അവരും 8 പേരും ബോംബെയിലെ പ്രമുഖരായ വ്യവസായികളായിരുന്നു. അതിന് നേതൃത്വം നൽകിയത് അർദേശിർ ദലാൽ എന്ന് പറയുന്ന ആളാണ്. അർദേശിർ ദലാൽ എന്ന് പറയുന്ന ആള്, ഈ 8 പേരിൽ ഒരാളായിരുന്നു ഈ അർദേശിർ ദലാൽ. അദ്ദേഹമായിരുന്നു ഇതിന് നേതൃത്വം നൽകിയത്. ഈ 8 പേരിൽ ഒരാളായിരുന്ന മലയാളിയായിരുന്നു ജോൺ മത്തായി. ഈ ബോംബെ പ്ലാനിൽ പ്രവർത്തിച്ച ഒരേ ഒരു മലയാളിയായിരുന്നു ജോൺ മത്തായി. ഈ ബോംബെ പ്ലാന്റെ പൂർണ്ണ രൂപം എന്ന് പറയുന്നത് എ ബ്രീഫ് മെമ്മോറാണ്ടം ഔട്ട്ലൈനിങ് എ പ്ലാൻ ഓഫ് എക്കണോമിക് ഡെവലപ്മെന്റ് ഓഫ് ഇന്ത്യ. ഒന്നുകൂടെ പറയാം, എ ബ്രീഫ് മെമ്മോറാണ്ടം ഔട്ട്ലൈനിങ് എ പ്ലാൻ ഓഫ് എക്കണോമിക് ഡെവലപ്മെന്റ് ഓഫ് ഇന്ത്യ. 1944 രൂപം കൊണ്ട ഈ ബോംബെ പ്ലാനിന്, ഈ പദ്ധതിക്ക് രൂപം നൽകിയവർ ആരൊക്കെയായിരുന്നു എന്ന് നോക്കാം. 8 പേരുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതിൽ JRD ടാറ്റ, JB ബിർള, പുരുഷോത്തം ദാസ് താക്കൂർ, ലാലാ ശ്രീറാം, കസ്തൂർബായ് ലാൽഭായ്, AD ഷറോഫ്, അർദേശിൽ ദലാൽ, ജോൺ മത്തായി. ഇതിൽ നമുക്ക് പരിചിതമായത് JRD ടാറ്റയും GB ബിർളേനെ അറിയാം. അതുപോലെ തന്നെ ഇപ്പോൾ പറഞ്ഞു അർദേശിൽ ദലാലിന്റെ നേതൃത്വത്തിലായിരുന്നു ബോംബെ പ്ലാൻ തുടങ്ങിയത്. അതിലുണ്ടായിരുന്ന മലയാളിയായിരുന്നു ജോൺ മത്തായി. അപ്പോൾ മൊത്തം 4 പേരെ നമുക്കറിയാം. ബാക്കി 4 പേരെയും കൂടെ ഓർത്തിരുന്നാൽ മതി. 1 പുരുഷോത്തം ദാസ് താക്കൂർ, 2 ലാലാ ശ്രീറാം, 3 കസ്തൂർബായ് ലാൽഭായ്, 4 AD ഷറോഫ്. അങ്ങനെ മൊത്തം 8 പേരാണ് ബോംബെ പ്ലാനിൽ ഉണ്ടായിരുന്നത്. 1944 ബോംബെ പ്ലാൻ. ഈ 1944 തന്നെ സാമ്പത്തിക വികസനത്തിനായി ഗാന്ധിയൻ ചിന്തകളുടെ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ടതാണ് ഗാന്ധിയൻ പ്ലാൻ എന്ന് പറയുന്നത്. 1944 തന്നെയാണ് സാമ്പത്തിക വികസനത്തിന് വേണ്ടിയിട്ടാണ്. എന്നാൽ ഗാന്ധിയൻ ചിന്തകളുടെ അടിസ്ഥാനത്തിലാണ് ഗാന്ധിയൻ പ്ലാന് രൂപം കൊള്ളുന്നത്. ഈ ഗാന്ധിയൻ പ്ലാൻ അവതരിപ്പിക്കുന്നത് ശ്രീമാൻ നാരായൺ അഗർവാൾ ആണ്. നാരായൺ അഗർവാൾ ആണ് ഗാന്ധിയൻ പ്ലാന് അവതരിപ്പിക്കുന്നത്. 1944 ഇത് ആവിഷ്കരിച്ചതെന്ന് പറഞ്ഞു. SN അഗർവാൾ അഥവാ നാരായൺ അഗർവാൾ എന്ന് പറയും അവതരിപ്പിച്ചത്. ഇനി ഗാന്ധിയൻ ആദർശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഗാന്ധിയൻ പ്ലാൻ ആവിഷ്കരിച്ചതെന്ന് പറഞ്ഞു. SN അഗർവാൾ വാർധ കോളേജിലെ പ്രിൻസിപ്പളായി സേവനം അനുഷ്ഠിച്ചിരുന്നു. ഗാന്ധിയൻ പ്ലാനിന്റെ അവതാരിക എഴുതിയത് ആരാണ്? ഗാന്ധിയൻ പ്ലാനിന്റെ അവതാരിക എഴുതിയത് മഹാത്മാഗാന്ധിയാണ്. ഇനി ഗാന്ധി വിഭാവനം ചെയ്ത സാമ്പത്തിക ആശയമാണ് ട്രസ്റ്റിഷിപ്പ്. എന്നാൽ ഗാന്ധിയൻ ആദർശങ്ങളുടെ അടിസ്ഥാനത്തിൽ ഗാന്ധിയൻ പ്ലാൻ ആവിഷ്കരിക്കുന്നത്. ഇതിന്റെ ലക്ഷ്യങ്ങൾ, ഈ ഗാന്ധിയൻ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് സാമ്പത്തിക വികേന്ദ്രീകരണമാണ്. ഒരാളിലേക്ക് മാത്രം സാമ്പത്തികം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ വേറൊരു ലക്ഷ്യമായിരുന്നു കുടിൽ വ്യവസായങ്ങളുടെ ഉന്നമനം. അടുത്ത ലക്ഷ്യമായിരുന്നു ഗ്രാമവികസനം. ഇതൊക്കെയായിരുന്നു ഗാന്ധിയൻ പ്ലാനിന്റെ ലക്ഷ്യങ്ങൾ. ഇനി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട പീപ്പിൾസ് പ്ലാൻ മുന്നോട്ട് വെച്ചത് ആരാണ്? MN റോയ് ആണ്. അതായത് ജനകീയ പദ്ധതി ആവിഷ്കരിച്ച പീപ്പിൾസ് പ്ലാനിന്റെ വേറൊരു പേരാണ്, മലയാളീകരിച്ചതാണ് ജനകീയ പദ്ധതി. ജനകീയ പദ്ധതി ആവിഷ്കരിച്ചത് 1945 ഇത് ആവിഷ്കരിച്ച വ്യക്തി MN റോയ് ആണ്. ഇതിനെ റാഡിക്കൽ പ്ലാൻ എന്നും പറയുന്നു. ജനകീയ പദ്ധതി, പീപ്പിൾസ് പ്ലാൻ, റാഡിക്കൽ പ്ലാൻ ഇതൊക്കെ പറയുന്നത് ഒന്ന് തന്നെയാണ്. 1945 ഈ ജനകീയ പദ്ധതിയിൽ പ്രഥമ പരിഗണന നൽകിയ മേഖല കൃഷിയായിരുന്നു. കൃഷിക്ക് നേതൃത്വം, അതായത് കൃഷിക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ടുള്ള പദ്ധതിയായിരുന്നു ജനകീയ പദ്ധതി. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ പുരോഗതിക്കായി സർവോദയ പ്ലാൻ അവതരിപ്പിച്ചത് ആരാണ്? ജയപ്രകാശ് നാരായണനാണ് സർവോദയ പ്ലാന് ആവിഷ്കരിച്ചത്. 1950 സർവോദയ പ്ലാൻ ജയപ്രകാശ് നാരായൺ അവതരിപ്പിക്കുന്നത്. സർവോദയ പ്ലാൻ ജയപ്രകാശ് നാരായൺ 1950. ഈ ഗാന്ധിയൻ പദ്ധതിയിൽ നിന്നും കുറച്ചു കാര്യങ്ങളും വിനോബ ഭാവെയുടെ ചില ആശയങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ സർവോദയ പ്രസ്ഥാനം രൂപീകരിക്കുന്നത്. 1950 ജയപ്രകാശ് നാരായൺ. പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ പറയട്ടെ. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്ന് പറയുന്നത് M വിശ്വേശ്വരയ്യയാണ്. ഇന്ത്യൻ എഞ്ചിനീയറിംഗ് ടെക്നോളജിയുടെ പിതാവ് എന്ന് പറയുന്നതും M വിശ്വേശ്വരയ്യയാണ്. എഞ്ചിനീയേഴ്സ് ഡേ ആചരിക്കുന്നത് സെപ്റ്റംബർ 15. പ്ലാൻഡ് എക്കണോമി ഫോർ ഇന്ത്യ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് M വിശ്വേശ്വരയ്യയാണ്. M വിശ്വേശ്വരയ്യയുടെ ജന്മസ്ഥലം കർണാടകയാണ്.
രാജ്യത്തെ മൊത്തം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദന വർധനവിനെയാണ് വളർച്ച എന്ന് പറയുന്നത്. ലഭ്യമായ വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തി സമൂഹത്തിന്റെ പ്രധാന സാമ്പത്തിക ലക്ഷ്യങ്ങൾ നേടാൻ നടത്തുന്ന മുന്നൊരുക്കത്തെയാണ് ആസൂത്രണം എന്ന് പറയുന്നത്. ലഭ്യമായ വിഭവങ്ങൾ ഉപയോഗിച്ച് ഇന്ത്യയുടെ മാനവശേഷി പ്രയോജനപ്പെടുത്തി കൃഷിയിലും വ്യവസായത്തിലും സേവന മേഖലയിലും സ്വയം പര്യാപ്തത നേടുവാനും വിദേശാശ്രയത്വം ഇല്ലാതാക്കാനും ലക്ഷ്യമിടുന്നതാണ് സ്വാശ്രയത്വം എന്ന് പറയുന്നത്. ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും അടിസ്ഥാന ആവശ്യങ്ങളായ ആഹാരം, വസ്ത്രം, പാർപ്പിടം, വിദ്യാഭ്യാസം, കുടിവെള്ളം, ആരോഗ്യ സുരക്ഷ എന്നിവ നിറവേറ്റുകയും സമ്പത്തിന്റെ നീതിപൂർവമായി വിതരണം ചെയ്യുകയും സാധ്യമാക്കുക എന്നതാണ് തുല്യത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് 1944 ആസൂത്രണവുമായി ബന്ധപ്പെട്ട് ബോംബെ പ്ലാൻ നിലവിൽ വരുന്നത്. ബോംബെയിലെ പ്രമുഖരായ 8 വ്യവസായികൾ ചേർന്ന് രൂപീകരിച്ചതാണ് ബോംബെ പ്ലാൻ. നേതൃത്വം നൽകിയത് അർദേശിൽ ദലാലാണ്. ഇതിൽ പ്രവർത്തിച്ച മലയാളിയാണ് ജോൺ മത്തായി. പദ്ധതിയുടെ പൂർണ്ണ നാമം എ ബ്രീഫ് മെമ്മോറാണ്ടം ഔട്ട്ലൈനിങ് എ പ്ലാൻ ഓഫ് എക്കണോമിക് ഡെവലപ്മെന്റ് ഓഫ് ഇന്ത്യ എന്നതാണ്. ബോംബെ പ്ലാൻ പദ്ധതിക്ക് രൂപം നൽകിയവർ JRD ടാറ്റ, GB ബിർള, അർദേശിൽ ദലാൽ, ജോൺ മത്തായി. പിന്നെ ബാക്കിയുള്ള 4 പേര് പുരുഷോത്തം ദാസ് താക്കൂർ, ലാല ശ്രീറാം, കസ്തൂർ ബായ് ലാൽബായ്, AD ഷറോഫ്. 1944 തന്നെയാണ് ഗാന്ധിയൻ പ്ലാനും ആവിഷ്കരിച്ചത് SN അഗർവാൾ അഥവാ നാരായൺ അഗർവാൾ ആണ്. ഗാന്ധിയൻ ആദർശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഗാന്ധിയൻ പ്ലാൻ ആവിഷ്കരിക്കുന്നത്. ഗാന്ധിയൻ പ്ലാനിന്റെ അവതാരിക എഴുതിയത് മഹാത്മാഗാന്ധിയാണ്. ഗാന്ധിജി വിഭാവനം ചെയ്ത സാമ്പത്തിക ആശയമാണ് ട്രസ്റ്റിഷിപ്പ്. ഈ ഗാന്ധിയൻ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ സാമ്പത്തിക വികേന്ദ്രീകരണം, കുടിൽ വ്യവസായങ്ങളുടെ ഉന്നമനം, ഗ്രാമവികസനം എന്നിവയാണ്. പിന്നീട് വരുന്നതാണ് 1945 ജനകീയ പദ്ധതി അഥവാ പീപ്പിൾസ് പ്ലാൻ അഥവാ റാഡിക്കൽ പ്ലാൻ എന്ന് പറയുന്നത്. ഇത് അവതരിപ്പിച്ചത് MN റോയ് ആണ്. ജനകീയ പദ്ധതിയുടെ പ്രഥമ പരിഗണന കൃഷിയായിരുന്നു. സർവോദയ പ്രസ്ഥാനം 1950 ആവിഷ്കരിച്ചത് ജയപ്രകാശ് നാരായണനായിരുന്നു. ഗാന്ധിയൻ പദ്ധതിയിൽ നിന്നും വിനോബ ഭാവെയുടെ ചില ആശയങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ പദ്ധതി രൂപീകരിച്ചത്. ഇനി കുറച്ച് കാര്യങ്ങൾ കൂടി ഇതിൽ പറയാണ്. കേരളത്തിൽ ജനകീയ ആസൂത്രണം നടപ്പിലാക്കിയ മുഖ്യമന്ത്രി ആരാണ്? EK നായനാർ ആണ്. കേരളത്തിൽ ജനകീയ ആസൂത്രണം നടപ്പിലാക്കിയ മുഖ്യമന്ത്രി EK നായനാർ ആണ്. അതുപോലെ തന്നെ ഇന്ത്യൻ വ്യോമ ഗതാഗതത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ വ്യോമ ഗതാഗതത്തിന്റെ തന്നെ പിതാവ് എന്നറിയപ്പെടുന്നത് JRD ടാറ്റയാണ്. ടാറ്റ എയർലൈൻസിന്റെ സ്ഥാപകനും JRD ടാറ്റയാണ്. ഇന്ത്യയിൽ ആദ്യമായി പൈലറ്റ് ലൈസൻസ് ലഭിച്ച വ്യക്തി JRD ടാറ്റയാണ്. അതുപോലെ തന്നെ എക്കണോമി ഓഫ് പെർമനൻസ് എന്ന പുസ്തകം രചിച്ചത് JC കുമരപ്പയാണ്. പിന്നെ നമ്മൾ പറഞ്ഞു ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിലാണ് ദേശീയ ആസൂത്രണ കമ്മിറ്റി നിലവിൽ വരുന്നതെന്ന്. 1938 നിലവിൽ വരുന്നത്. ഹരിപുര INC സമ്മേളനത്തിൽ വെച്ചായിരുന്നു ഇത് കമ്മിറ്റി രൂപം കൊള്ളുന്നത്. അതുപോലെ തന്നെ ദേശീയ ആസൂത്രണ കമ്മിറ്റിയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയത് സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു. അന്നത്തെ INC പ്രസിഡന്റ് ആയിരുന്നു സുഭാഷ് ചന്ദ്രബോസ്. ഹരിപുര INC സമ്മേളനം. അഡ്വൈസറി ബോർഡ് രൂപീകൃതമായത് 1946 അഡ്വൈസറി പ്ലാനിംഗ് ബോർഡ് ചെയർമാൻ KC നിയോഗി ആയിരുന്നു. അതായത് 1938 നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി രൂപം കൊള്ളുന്നു. 1946 അഡ്വൈസറി ബോർഡ് രൂപീകരിക്കുന്നു. അന്നത്തെ അഡ്വൈസറി പ്ലാനിംഗ് ബോർഡിന്റെ ചെയർമാൻ ആയിരുന്നു KC നിയോഗി. അതിനുശേഷമാണ് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ എന്ന രീതിയിലേക്ക് അത് വരുന്നത്. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വരുന്നത് 1950 മാർച്ച് 15 1950 മാർച്ച് 15 നിലവിൽ വരുന്നത്. സമാന്തര ക്യാബിനറ്റ്, ദേശീയ വികസനത്തിന്റെ ആണിക്കല്ല് എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് ആസൂത്രണ കമ്മീഷനാണ്. സമാന്തര ക്യാബിനറ്റ് എന്നും ദേശീയ വികസനത്തിന്റെ ആണിക്കല്ല് എന്നും അറിയപ്പെടുന്നത് ആസൂത്രണ കമ്മീഷനാണ്. ഈ ആസൂത്രണ കമ്മീഷന്റെ ആസ്ഥാനം യോജന ഭവൻ ന്യൂഡൽഹിയാണ്. യോജന ഭവൻ ന്യൂഡൽഹി. ആസൂത്രണ കമ്മീഷനിലേക്ക് വരുമ്പോൾ അതിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയായിരിക്കും. മറ്റംഗങ്ങൾ ഉപാധ്യക്ഷനും കേന്ദ്ര ക്യാബിനറ്റ് നിയമിക്കുന്ന കമ്മീഷൻ അംഗങ്ങളുമാണ്. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ മാതൃക സ്വീകരിച്ചിരിക്കുന്നത് എവിടെ നിന്നുമാണ്? സോവിയറ്റ് യൂണിയനിൽ നിന്നുമാണ്. USSR അതായത് സോവിയറ്റ് യൂണിയനിൽ നിന്നുമാണ് ഈ ആസൂത്രണ കമ്മീഷൻ എന്ന് പറയുന്നത് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത്. ആസൂത്രണ കമ്മീഷൻ ഒരു ഉപദേശക സമിതി മാത്രമാണ്. ആസൂത്രണ കമ്മീഷൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നതാണ്. പഞ്ചവത്സര പദ്ധതികളിലൂടെയാണ് വിഭാവനം ചെയ്യുന്നത്. ഒരു പ്രത്യേക മേഖലയ്ക്ക് മുൻഗണന നൽകി 5 വർഷം കൊണ്ട് ലക്ഷ്യം നേടുക എന്നതാണ് പഞ്ചവത്സര പദ്ധതിയിൽ ലക്ഷ്യമിടുന്നത്.
അപ്പം ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ ആദ്യ ഉപാധ്യക്ഷൻ ആരാണ്? ഗുൽസാരിലാൽ നന്ദയായിരുന്നു ആദ്യത്തെ ഉപാധ്യക്ഷൻ. ആദ്യത്തെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു, ഉപാധ്യക്ഷൻ ഗുൽസാരിലാൽ നന്ദ. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ ആദ്യമായി നാഷണൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച വർഷം എന്നാണ്? 2001 നാഷണൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞ ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ തന്നെ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കുന്നു, പ്രസിദ്ധീകരിക്കുന്നു. അത് 2001. ഈ ആസൂത്രണ കമ്മീഷനിൽ ഉണ്ടായിരുന്ന മറ്റ് അംഗങ്ങൾ ആരൊക്കെയായിരുന്നു എന്ന് നോക്കാം. ഒന്ന് CD ദേശ്മുഖ്, VT കൃഷ്ണമാചാരി, TT അല്ല VT കൃഷ്ണമാചാരി, GL മേത്ത, RK പാട്ടീൽ. എന്നോട് പറയാം. CD ദേശ്മുഖ്, VT കൃഷ്ണമാചാരി, GL മേത്ത, RK പാട്ടീൽ. ആസൂത്രണ കമ്മീഷന്റെ അവസാന ചെയർമാൻ ആരായിരുന്നു? നരേന്ദ്രമോദി ആയിരുന്നു. ആസൂത്രണ കമ്മീഷന്റെ അവസാനത്തെ ഡെപ്യൂട്ടി ചെയർമാൻ ആരായിരുന്നു? മൊണ്ടേക് സിംഗ് അലുവാലിയും നരേന്ദ്രമോദിയായിരുന്നു അവസാനത്തെ ചെയർമാനും ഡെപ്യൂട്ടി ചെയർമാനും ആയിരുന്നത്. ഇനി ഇതിൻ്റെ അകത്ത് 1950 ഈ പ്ലാനിംഗ് കമ്മീഷൻ രൂപം കൊള്ളുന്നത് എന്ന് പറയുന്നു. 1950 മാർച്ച് 15. ഇനി 52 നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ എന്ന് പറയുന്ന ദേശീയ വികസന സമിതി രൂപം കൊള്ളുന്നുണ്ട്. ദേശീയ വികസന സമിതി അഥവാ നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ NDC രൂപീകരിച്ച 1952 ഓഗസ്റ്റ് 6 ഇതും ഒരു ഉപദേശക സമിതി തന്നെയാണ്. അതായത് പഞ്ചവത്സര പദ്ധതികൾക്ക് അന്തിമ അനുമതി നൽകുന്നത് ഈ ദേശീയ വികസന സമിതിയാണ്. പഞ്ചവത്സര പദ്ധതികൾ പ്ലാൻ ചെയ്യുന്നത് കമ്മീഷൻ ആണെങ്കിലും അതിനൊരു അന്തിമ അനുമതി നൽകുന്നതിന് ദേശീയ വികസന സമിതിയുണ്ട്. ഈ NDCയുടെ ആസ്ഥാനവും ന്യൂഡൽഹി തന്നെയാണ്. ദേശീയ വികസന സമിതിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് പ്രധാനമന്ത്രി തന്നെയാണ്. ദേശീയ വികസന സമിതിയുടെ ആദ്യ ചെയർമാൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. NDCയുടെ ആദ്യ സമ്മേളനം നടന്നത് 1952 നവംബർ 8, 9 ആയിരുന്നു. രൂപം കൊള്ളുന്നത് ഓഗസ്റ്റ് 6 1952 ഓഗസ്റ്റ് 6 രൂപം കൊള്ളുന്നു. നവംബർ 8, 9 ആദ്യ സമ്മേളനം നടക്കുന്നു. ഇതിലെ അംഗങ്ങളായിട്ട് വരുന്നത് പ്രധാനമന്ത്രി, കേന്ദ്രമന്ത്രിമാര്, സംസ്ഥാനത്തെ മുഖ്യമന്ത്രിമാര്, കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ മുഖ്യമന്ത്രി അഥവാ അഡ്മിനിസ്ട്രേറ്റേഴ്സ്, പിന്നെ പ്ലാനിംഗ് കമ്മീഷൻ അംഗങ്ങൾ. ഇത്രയും പേരാണ് NDCയിലെ അംഗങ്ങൾ. ഇവരെല്ലാവരും ചേർന്ന് ആണ് ഇതിന് അന്തിമ അനുമതി നൽകുന്നത്. അപ്പോൾ കമ്മീഷന്റെ വാക്കായിരിക്കില്ല ഏറ്റവും ലാസ്റ്റ് എന്ന് പറയുന്നത്. അതിന് അനുമതി നൽകുന്നത് ഇവരെല്ലാവരും കൂടിയിട്ടായിരിക്കും. ഇനി നമ്മൾ പഞ്ചവത്സര പദ്ധതി എന്ന ആശയം എടുത്തിരിക്കുന്നത് USSRൽ നിന്നാണ്. അഥവാ കമ്മീഷൻ, ആസൂത്രണ കമ്മീഷൻ എന്നതും എടുത്തിരിക്കുന്നത് USSRൽ നിന്നാണെന്ന് പറഞ്ഞു. ലോകത്ത് ആദ്യമായി പഞ്ചവത്സര പദ്ധതികൾ നടപ്പിലാക്കിയത് 1928 റഷ്യയിൽ തന്നെയാണ്. ഈ പഞ്ചവത്സര പദ്ധതികളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് അന്നത്തെ റഷ്യൻ പ്രസിഡന്റ് ആയിരുന്ന ജോസഫ് സ്റ്റാലിനാണ്. പഞ്ചവത്സര പദ്ധതികളുടെ പിതാവ് ജോസഫ് സ്റ്റാലിൻ. പഞ്ചവത്സര പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയത് റഷ്യയിൽ 1928. ഇത്രയും പഠിച്ചു കഴിഞ്ഞു. ഇൻട്രൊഡക്ഷൻ ആണ്. നമ്മൾ പഞ്ചവത്സര പദ്ധതികളുടെ ഇൻട്രൊഡക്ഷൻ മാത്രമാണ് നോക്കിയുള്ളൂ. ഇനി പഞ്ചവത്സര പദ്ധതികളെല്ലാം നോക്കാനുണ്ട്. അപ്പം ഇതിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻസ് നോക്കാം. 2018 ഹെൽത്ത് സർവീസിൽ ചോദിച്ചതാണ്. ഫ്രം വിച്ച് കൺട്രി ഇന്ത്യ അഡോപ്റ്റഡ് ദി 5-year പ്ലാൻസ്? റഷ്യ, നമ്മളിപ്പോൾ പറഞ്ഞു. ഹു ഇംപ്ലിമെന്റഡ് ദി ഫസ്റ്റ് 5-year പ്ലാൻ ഇൻ സോവിയറ്റ് യൂണിയൻ? സിവിൽ എക്സൈസ് ഓഫീസർ. 2017 ചോദിച്ചതാണ്. ജോസഫ് സ്റ്റാലിനാണ്. 1928 ആദ്യമായിട്ട് റഷ്യയിലാണ് ആദ്യമായിട്ട് പഞ്ചവത്സര പദ്ധതികൾ നടപ്പിലാക്കുന്നത്. ഇൻ വിച്ച് ഇയർ ദ നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി വാസ് സെറ്റപ്പ് അണ്ടർ ദി ലീഡർഷിപ്പ് ഓഫ് ജവഹർലാൽ നെഹ്റു? നാഷണൽ പ്ലാനിംഗ് കമ്മീഷൻ അല്ല, കമ്മിറ്റിയാണ് കേട്ടോ. 1938. ദ പ്ലാൻ ഓഫ് എക്കണോമിക് ഡെവലപ്മെന്റ് ഓഫ് ഇന്ത്യ ഫോർമുലേറ്റഡ് ബൈ ഇന്ത്യൻ ക്യാപിറ്റലിസ്റ്റ് ഇൻ ദി 1940s were popularly known as ബോംബെ പ്ലാൻ. ഇന്ത്യൻ ക്യാപിറ്റലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്ലാൻ ഓഫ് എക്കണോമിക് ഡെവലപ്മെന്റ് ഓഫ് ഇന്ത്യ 1940കളിൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആക്ച്വലായിട്ട് ഉള്ളത് എന്നാണ്? ബോംബെ പ്ലാൻ 1944. ഇനി ദ പ്ലാനിംഗ് കമ്മീഷൻ ഓഫ് ഇന്ത്യ വാസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ ദി ഇയർ 1950. ഡിഗ്രി പ്രിലിംസിന് ചോദിച്ചതാണ്. 1950 പ്ലാനിംഗ് കമ്മീഷൻ രൂപം കൊള്ളുന്നത്. 1950 മാർച്ച് 15 രൂപം കൊള്ളുന്നത്. ഇനി 5-year plans in India was started in the year 1951 5-year plans സ്റ്റാർട്ട് ചെയ്യുന്നത്. 1950 പ്ലാനിംഗ് കമ്മീഷൻ രൂപം കൊള്ളുന്നത്. എന്നാൽ 5-year plans സ്റ്റാർട്ട് ചെയ്യുന്നത് 1951.
2014 LDCക്ക് ചോദിച്ചതാണ്. ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ആദ്യത്തെ ഉപാധ്യക്ഷൻ ആരായിരുന്നു? ഗുൽസാരിലാൽ നന്ദ. അവസാനത്തെ അധ്യക്ഷൻ ആരായിരുന്നു? നരേന്ദ്രമോദി ആയിരുന്നു. അവസാനത്തെ ഉപാധ്യക്ഷൻ ആരായിരുന്നു? മൊണ്ടേക് സിംഗ് അലുവാലിയ ആണ്. ഇനി താഴെ തന്നിരിക്കുന്നവയിൽ പഞ്ചവത്സര പദ്ധതികളുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം? മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിലുള്ള വളർച്ച പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിലുള്ള വളർച്ച, സ്വാശ്രയത്വം, ഭൂപരിഷ്കരണം, ആഗോളവൽക്കരണം. ഈ ആഗോളവൽക്കരണം ഒക്കെ ഇതിൽ വരുന്നതല്ല. അതുപോലെ തന്നെ ഭൂപരിഷ്കരണവും പഞ്ചവത്സര പദ്ധതികളായിട്ട് നടത്തപ്പെടുന്നതല്ല. പഞ്ചവത്സര പദ്ധതികളിൽ ഏതെങ്കിലും ഒരു ലക്ഷ്യം സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയിട്ടുള്ള മാത്രമാണ് ഉൾക്കൊള്ളുന്നുള്ളൂ. അപ്പോൾ 1ഉം 2ഉമാണ് കറക്റ്റ് ആൻസർ. അടുത്തത്, ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതിക്ക് തുടക്കം കുറിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. 10ാമത്തെ ചോദ്യം, ഇന്ത്യ നടപ്പാക്കിയ പഞ്ചവത്സര പദ്ധതികളുടെ എണ്ണം എത്രയാണ്? പഞ്ചവത്സര പദ്ധതികൾ എത്ര എണ്ണം ഉണ്ടായിരുന്നു? 12 പഞ്ചവത്സര പദ്ധതികളാണ്. 12ാമത്തെ പൂർത്തിയാക്കിയില്ല. അതിനു മുമ്പ് നിതി ആയോഗ് വന്നു. ഇനി താഴെ പറയുന്നവയിൽ ഭരണഘടനാ സ്ഥാപനം അല്ലാത്തത് ഏതാണ്? ഇലക്ഷൻ കമ്മീഷൻ, ഫിനാൻഷ്യൽ കമ്മീഷൻ, പ്ലാനിംഗ് കമ്മീഷൻ, PSC. ഇതാണ്. പ്ലാനിംഗ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമല്ല. അത് പ്ലാനിംഗ് കമ്മിറ്റി രൂപീകരിച്ചിട്ട് INC-യിൽ സുഭാഷ് ചന്ദ്രബോസിന്റെ നേതൃത്വത്തിൽ ജവഹർലാൽ നെഹ്റു അധ്യക്ഷനായിട്ടുള്ള INC സമ്മേളനത്തിലാണ് ഇങ്ങനെ ഒരു പ്ലാനിംഗ് കമ്മിറ്റി ഫോം ചെയ്യുന്നത്. അതിനുശേഷമാണ് പ്ലാനിംഗ് കമ്മീഷൻ ഫോം ചെയ്യുന്നത്. അപ്പോൾ അതൊരു ഭരണഘടനാ സ്ഥാപനമല്ല. ഇനി which of the following bodies finalizes the 5-year plan proposal? ആരാണ്? ഇപ്പോൾ പറഞ്ഞതാണ്, നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ ആണ്. ഇനി നമ്മൾ 1ാം പഞ്ചവത്സര പദ്ധതിയിലേക്ക് കടക്കുകയാണ്. ഇന്ത്യയിൽ ആദ്യമായി പഞ്ചവത്സര പദ്ധതികൾക്ക് തുടക്കം കുറിക്കുന്നത് 1951-ലാണെന്ന് പറഞ്ഞു. 1951 മുതൽ 1956 വരെയുള്ള കാലയളവാണ് ഇന്ത്യയുടെ ആദ്യ പഞ്ചവത്സര പദ്ധതി. ഇനി 1ാം പഞ്ചവത്സര പദ്ധതിയുടെ മാതൃക അറിയപ്പെടുന്നത് ഹരോൾഡ് ഡോമർ മാതൃക എന്നാണ്. അതുപോലെ തന്നെ 1ാം പഞ്ചവത്സര പദ്ധതിയുടെ കരട് രൂപരേഖ തയ്യാറാക്കിയത് KN രാജ് ആണ്. ഇദ്ദേഹം ഒരു മലയാളിയാണ്. 1ാം പഞ്ചവത്സര പദ്ധതിയുടെ ഡ്രാഫ്റ്റ് തയ്യാറാക്കുമ്പോൾ ഡോക്ടർ KR രാജിന് 26 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 1ാം പഞ്ചവത്സര പദ്ധതിയുടെ ശില്പി എന്നറിയപ്പെടുന്നതും KN രാജാണ്. KN രാജാണ് 1ാം പഞ്ചവത്സര പദ്ധതിയുടെ ശില്പി എന്നറിയപ്പെടുന്നതും. അതുപോലെ തന്നെ 1ാം പഞ്ചവത്സര പദ്ധതിയുടെ കരട് രൂപരേഖ തയ്യാറാക്കിയതും KN രാജാണ്. 1ാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയതും KN രാജാണ്. കരട്, ആമുഖം, കരട് രൂപരേഖ, ആമുഖം, 1ാം പഞ്ചവത്സര പദ്ധതിയുടെ ശില്പി എന്നറിയപ്പെടുന്നതും KN രാജ് തന്നെയാണ്. ഇനി ഈ 1ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് അഭയാർത്ഥികളുടെ പുനരധിവാസം, കാർഷിക രംഗത്തെ വളർച്ച, പ്രധാനമായിട്ടും കാർഷികവും ജലസേചനവുമാണ്. കാർഷിക രംഗത്തെ വളർച്ച, ജലസേചന സൗകര്യം, ഭക്ഷ്യ സ്വയം പര്യാപ്തത, കാർഷിക രംഗത്തെ വളർച്ച, ഇതൊക്കെയാണ്. 1ാമത്തെ പഞ്ചവത്സര പദ്ധതി പ്രധാനമായി ശ്രദ്ധയൂന്നിയിരുന്നത് കാർഷിക വികസനത്തിൽ തന്നെയാണ്. ലക്ഷ്യമിട്ട വളർച്ച 2.1 ആയിരുന്നു. എന്നാൽ കിട്ടിയത് വളർച്ച രേഖപ്പെടുത്തിയത് 3.6 ആണ്. അതുകൊണ്ട് ഈ പദ്ധതി വലിയ വിജയമായിരുന്നു. ഈ 1ാം പഞ്ചവത്സര പദ്ധതി ഇന്ത്യൻ പാർലമെന്റിൽ അവതരിപ്പിക്കുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. 1951-ലാണ് എന്ന് പറഞ്ഞു. 1951 ഏപ്രിൽ 1-നാണ് പദ്ധതി പ്രവർത്തനം ആരംഭിക്കുന്നത്. കൃഷിക്കാണ് പ്രഥമ പരിഗണന നൽകിയത്. അതുകൊണ്ട് തന്നെ കാർഷിക പഞ്ചവത്സര പദ്ധതി എന്നും അറിയപ്പെടുന്നു. ഈ റോയ് എഫ് ഹരോൾഡും ഈവ്സ് എ ഡോമർ, അതാണ് ഹരോൾഡ് ഡോമർ. അവർ രണ്ടുമാണ് ഈ മാതൃക. ഇവർ വികസിപ്പിച്ചെടുത്ത സാമ്പത്തിക മാതൃകയാണ് 1ാം പഞ്ചവത്സര പദ്ധതി അടിസ്ഥാനമായി സ്വീകരിച്ചത്. അതുകൊണ്ടാണ് ഹരോൾഡ് ഡോമർ മോഡൽ എന്നും 1ാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ 1ാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയത് KN രാജാണ്. ഇനി ഈ 1ാം പഞ്ചവത്സര പദ്ധതിക്ക് വേണ്ടി വകയിരുത്തിയ തുക എന്ന് പറയുന്നത് 2069 കോടിയായിരുന്നു. പിന്നീട് അത് 2378 കോടി രൂപയാക്കി ഉയർത്തി. 2069 കോടിയിൽ നിന്ന് 2378 കോടി രൂപയാക്കി ഉയർത്തി. ലക്ഷ്യമിട്ട വളർച്ച എന്ന് പറയുന്നത് 2.1 ആണെങ്കിലും കൈവരിക്കാൻ സാധിച്ചത് എത്രയാണ്? 3.6 ആണ്. 2.1-ന് 3.6. കുടുംബാസൂത്രണത്തിന് പ്രാധാന്യം നൽകിയ പഞ്ചവത്സര പദ്ധതിയാണ് 1ാം പഞ്ചവത്സര പദ്ധതി. അതുപോലെ തന്നെ ഹരോൾഡ് ഡോമർ മാതൃക എന്നറിയപ്പെടുന്നു. ഇനി ഇതിൽ പ്രധാനമായിട്ടും
എന്തൊക്കെ വന്നു ഈ ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ എന്ന് നോക്കാം. ഒന്ന്, പ്രധാനമായിട്ട് 3 അണക്കെട്ടുകളാണ്. ബക്രാനങ്കൽ അണക്കെട്ട്, ഹിരാക്കുട്ട്, ദാമോദർ വാലി. ഈ 3 അണക്കെട്ടും ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നിർമ്മിച്ചതാണ്. എന്നോടെ പറയാം, ബക്രാനങ്കൽ, ഹിരാക്കുട്ട്, ദാമോദർ വാലി 3 അണക്കെട്ട്. ഈ ബക്രാനങ്കലിന്റെ അണക്കെട്ടിന്റെ നിർമ്മാണത്തിൽ പങ്കെടുത്ത ഒരേ ഒരു വിദേശി എഞ്ചിനീയർ ആയിരുന്നു ഹാർവി സ്ലോഗം. അപ്പൊ ബക്രാനങ്കൽ അണക്കെട്ടിന്റെ നിർമ്മാണത്തിൽ പങ്കെടുത്ത ഒരേ ഒരു വിദേശി എഞ്ചിനീയർ ഹാർവി സ്ലോഗം ആണ്. ഇനി ഡാമുകളെ ആധുനിക ഭാരതത്തിലെ ക്ഷേത്രങ്ങൾ എന്ന് വിളിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. പ്രധാനപ്പെട്ട ഡാമുകൾ ആയ ബക്രാനങ്കൽ, ഹിരാക്കുട്ട്, ദാമോദർ വാലി ഇത് 3 വന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയിലാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ പ്രധാന 5 IITകളും UGC കമ്മീഷനും നിലവിൽ വന്നതും ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഇനി കേരളത്തിലെ തോട്ടപ്പള്ളി സ്പിൽവേ നിർമ്മിച്ചതും ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. തോട്ടപ്പള്ളി സ്പിൽവേയും ബക്രാനങ്കൽ, ഹിരാക്കുട്ട്, ദാമോദർ വാലി 3 അണക്കെട്ടും 5 IIT UGC സ്ഥാപിച്ചതും. അതുപോലെ തന്നെ UGCന്റെ കാര്യം പറയുമ്പോൾ UGC നിലവിൽ വരുന്നത് 1953 എന്നാൽ ഇന്ത്യൻ പാർലമെന്റ് UGC ആക്ട് പാസ്സാക്കുന്നത് 1956 ഓർക്കുക. കമ്മീഷൻ നിലവിൽ വരുന്നത് 53 UGC ആക്ട് പാസ്സാക്കുന്നത് 56 അതുപോലെ തന്നെ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച 5 IITകളിൽ ആദ്യം നിലവിൽ വന്നത് ഖൊരഗ്പൂർ IIT ആണ്. IIT ഖൊരഗ്പൂർ. ഇനി ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച 1951 ഏപ്രിൽ 1 പ്രാധാന്യം നൽകിയത് കൃഷിക്കായിരുന്നുവെങ്കിലും കൃഷി, ജലസേചനം, കുടുംബാസൂത്രണം എന്നിവയായിരുന്നു പ്രധാനമായിട്ടുണ്ടായിരുന്ന ലക്ഷ്യങ്ങൾ. അതുപോലെ തന്നെ കാർഷിക പുരോഗതി, കന്നുകാലി സംരക്ഷണം, ഭൗതിക സാഹചര്യങ്ങളുടെ ഉന്നമനം എന്നീ ലക്ഷ്യങ്ങൾക്കായി 55 പദ്ധതികൾക്ക് ഇന്ത്യയിൽ തുടക്കം കുറിച്ചത് 1952 ഒക്ടോബർ 2 55 പദ്ധതികൾ എന്നാണ് അത് അറിയപ്പെടുന്നത്. 1952 ഒക്ടോബർ 2 55 പദ്ധതികൾക്ക് രൂപം കൊള്ളുന്നത്. കാർഷിക പുരോഗതി, കന്നുകാലി സംരക്ഷണം, ഭൗതിക സാഹചര്യങ്ങളുടെ ഉന്നമനം എന്നീ ലക്ഷ്യങ്ങളാണ്. അതുപോലെ തന്നെ 55 പദ്ധതികൾ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 1952 ഒക്ടോബർ 2 കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം ആരംഭിക്കുന്നത്. അതിൽ 55 പദ്ധതികളായിരുന്നു ഉൾക്കൊള്ളിച്ചിരുന്നത്. 1952 ഒക്ടോബർ 2 കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം ആരംഭിക്കുന്നത്. അതിൽ 55 പദ്ധതികൾ ഉൾക്കൊള്ളിച്ചിരുന്നു. ഇത്രയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. ഇനി ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ നിന്നും വന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് 5-year പ്ലാൻ ഇൻ ഇന്ത്യ, വിട്ടുപോയ ഇന്ത്യ ഇനാഗ്രേറ്റഡ് ഇൻ 1951 ഏപ്രിൽ 1 അത് ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സ്റ്റാർട്ടഡ് ദി ഫസ്റ്റ് 5-year പ്ലാൻ ഇൻ ദി ഇയർ ഏപ്രിൽ 1, 1951. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യസ് ഫസ്റ്റ് 5-year പ്ലാൻ വാസ് ബേസ്ഡ് ഓൺ. ഇത് ഡിഗ്രി മെയിൻസിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഹരോൾഡ് ഡോമർ മോഡൽ. നാലാമത്തെ ക്വസ്റ്റ്യൻ, ദ ഫസ്റ്റ് 5-year പ്ലാൻ ഗേവ് പ്രയോറിറ്റി ടു അഗ്രികൾച്ചർ അതുപോലെ തന്നെ ജലസേചനം, പിന്നെ കുടുംബാസൂത്രണം 3 അഞ്ചാമത്തെ, അണ്ടർ ഹൂസ് ഗൈഡൻസ് ദ ഫസ്റ്റ് 5-year പ്ലാൻ വാസ് ഡ്രാഫ്റ്റഡ്. KN രാജിന്റെ നേതൃത്വത്തിലായിരുന്നു ഡ്രാഫ്റ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ശില്പി എന്നറിയപ്പെടുന്നതും KN രാജ് തന്നെയാണ്. ആമുഖം തയ്യാറാക്കിയതും KN രാജാണ്. ആറാമത്തെ ക്വസ്റ്റ്യൻ, UGC സ്റ്റാർട്ടഡ് ഡ്യൂറിങ് വിച്ച് 5-year പ്ലാൻ? ഫസ്റ്റ് 5-year പ്ലാനിലാണ് UGC സ്റ്റാർട്ട് ചെയ്യുന്നത് 1953. 1956 UGC ആക്ട് നിലവിൽ വരുന്നത്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, നീഡ് ഫോർ അഡ്വക്കേറ്റ്ലി ട്രെയിൻഡ് സ്റ്റാഫ് ഫോർ ഗ്രോത്ത് ഓഫ് ദി മൂവ്മെന്റ് ഈസ് വൺ ഓഫ് ദി ഒബ്സർവേഷൻ ഓഫ് എ 5-year പ്ലാൻ റിഗാർഡ്സ് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതും ഫസ്റ്റ് 5-year പ്ലാനുമായി ബന്ധപ്പെട്ടതാണ്. അടുത്തത്, which statement is correct? ഒന്ന്, the first 5-year plan started in 1951 and it helped India go ahead with the process of development. രണ്ട്, the first 5-year plan addressed mainly the agrarian sector including investments in dams and irrigation. മൂന്ന്, the Bhilai iron and steel industries got assistance from USSR in the first plan period. ഈ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ആദ്യത്തെ 2 സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. 1951 മുതൽ 56 വരെയാണ്
ഫസ്റ്റ് 5 ഇയർ പ്ലാന്റെ പീരീഡ്. ആദ്യത്തെ 1ഉം 2ഉം ശരിയാണ്. മൂന്നാമത് നോക്കിയ ദ ബിലായ് സ്റ്റീൽ ഇൻഡസ്ട്രി ഗോട്ട് അസിസ്റ്റൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ അസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഇവർക്ക് ഈ ബിലായ് ഇരുമ്പുരുക്ക് ശാലയ്ക്ക് 1955 ഇവരുടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു സ്റ്റീൽ കമ്പനി, സ്റ്റീൽ പ്ലാന്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് 1955 USSRന്റെ സഹായത്തോടു കൂടി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. എന്നാൽ അവിടെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 1959. അപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത് ബിലായ് ഇരുമ്പുരുക്ക് ശാല ഉണ്ടായത്, അതായത് വന്നത് 1959 അത് രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതിയിലാണ് നിലവിൽ വന്നത്. എന്നാൽ അസിസ്റ്റൻസ് കിട്ടിയത് 1955 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. ഓൾ ഓഫ് ദി എബോവ് ആണ്. ഫസ്റ്റ് 5 ഇയർ പ്ലാനിൽ തന്നെ അവർക്ക് അസിസ്റ്റൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. 1955 അസിസ്റ്റൻസ് കിട്ടിയത്, അത് ഓർത്തിരിക്കാം. ഇനി 9, ഒന്നാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയ പ്രധാന മേഖലകൾ ഏതെല്ലാമാണ്? 1 കൃഷി, 2 ജലസേചനം, പിന്നെ ഒരെണ്ണം കൂടി ഉണ്ടല്ലോ, കുടുംബാസൂത്രണത്തിന്റെ പ്രാധാന്യം. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ, ഒന്നാം പഞ്ചവത്സര പദ്ധതി രൂപീകരണത്തിൽ പ്രധാന പങ്ക് വഹിച്ച മലയാളി ആരാണ്? KN രാജാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ നക്കൽ തയ്യാറാക്കിയത് ആരാണ്? ഡ്രാഫ്റ്റ് തയ്യാറാക്കിയത് ആരാണ്? KN രാജാണ്. കരട്. അടുത്ത്, ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാമും കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമും ആരംഭിച്ച ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. 55 പരിപാടികളും. അടുത്ത, ഇന്ത്യൻ ബഡ്ജറ്റിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? PC മഹലനോബിസ് ആണ്. ഇത് രണ്ടാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടതായിരുന്നു. ഓക്കെ, എന്തായാലും ഇതിൽ പറഞ്ഞതുകൊണ്ട് നോക്കാം. PC മഹലനോബിസ് ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് സംഖ്യ എന്ന് പറയുന്നത്. ഇത് നമുക്ക് അടുത്തതിൽ നോക്കാം. താഴെ പറയുന്നതിൽ ശരിയല്ലാത്ത പ്രസ്താവനയാണ് കണ്ടെത്തേണ്ടത്. സ്വതന്ത്ര ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ രൂപീകരിക്കുന്ന 1950 ശരിയാണ്. ഇന്ത്യയിലെ ആസൂത്രണത്തിന്റെ ശില്പി PC മഹലനോബിസ് ആണ്. ശരിയാണ്. ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ ഉപാധ്യക്ഷനാണ് ഗുൽസാരിലാൽ നന്ദ. ശരിയാണ്. ആദ്യ പഞ്ചവത്സര പദ്ധതിയുടെ കരട് തയ്യാറാക്കിയത് ആരാണ്? PC മഹലനോബിസ് ആണ്. ശരിയാണ്. അല്ല. ആരാണ് തയ്യാറാക്കിയത്? KN രാജാണ്. നമ്മളൊരു കാര്യം ഇവിടെ ഓർക്കണം. ഇന്ത്യയിലെ ആസൂത്രണത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് PC മഹലനോബിസ് ആണ്. നമ്മളൊരു കാര്യം പഠിച്ചിരുന്നു. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? M വിശ്വേശ്വരയ്യയാണ്. പിതാവ് എന്ന് ചോദിച്ചാൽ M വിശ്വേശ്വരയ്യയാണ്. ശില്പി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ PC മഹലനോബിസ് ആണ്. ഓർത്തിരിക്കുക, മാറിപ്പോകരുത്. അടുത്തത്, ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാര്യത്തിൽ തെറ്റായ പ്രസ്താവന ഏതാണെന്നാണ്. 1950 ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചു. ശരിയാണോ? അല്ല. 1951 ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിക്കുന്നത്. അത് തെറ്റാണ്. അടുത്തത്, ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ഉപാധ്യക്ഷൻ ആരാണ്? ഗുൽസാരിലാൽ നന്ദയായിരുന്നു. നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് ശരിയാണ്. അടുത്തത്, ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം കാർഷിക പുരോഗതിയായിരുന്നു. ശരിയാണ്. അടുത്ത, സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടെ ഇന്ത്യയിൽ ഉരുക്ക് നിർമ്മാണശാലകൾ ആരംഭിച്ചു. ഉരുക്ക് നിർമ്മാണശാലകൾ ആരംഭിക്കുന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. എന്നാൽ ഒരു കാര്യം ശ്രദ്ധിക്കുക, ബിലായ് ഇരുമ്പുരുക്ക് ശാലയ്ക്ക് അസിസ്റ്റൻസ് പണം നൽകുന്നത് 1955 ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഓർത്തിരിക്കുക. അപ്പൊ ഇവിടെ 1ഉം 4ഉമാണ്. തെറ്റായിട്ടുള്ളത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1ഉം 4ഉം. രണ്ടാം പഞ്ചവത്സര പദ്ധതി 1956-61 കാലഘട്ടത്തിലാണ്. അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അതുപോലെ തന്നെ രണ്ടാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നത് മഹലനോബിസ് മോഡൽ എന്നാണ്. രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് വ്യാവസായിക നയമാണ്. 1956 വ്യാവസായിക നയമാണ് ഇതിൻ്റെ അടിസ്ഥാനം. ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ആണ് 1956 നിലവിൽ വരുന്നത്. ഇന്ത്യയുടെ സാമ്പത്തിക ഭരണഘടന എന്നറിയപ്പെടുന്നത് ഈ 1956 വ്യാവസായിക നയം തന്നെയാണ്. വ്യാവസായിക വികസനമായിരുന്നു അതുകൊണ്ട് ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇത് ഈ രണ്ടാം പഞ്ചവത്സര പദ്ധതി അതുകൊണ്ട് തന്നെ വ്യാവസായിക പദ്ധതി എന്നും അറിയപ്പെടുന്നു. ഈ രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്ത് 3 ഇരുമ്പുരുക്ക് ശാലകളാണ് നിലവിൽ വന്നത്. ഒന്ന് ഭിലായ്, ഛത്തീസ്ഗഡ് ആണ്, റഷ്യയുടെ സഹായത്തോടു കൂടി വന്നു. 2 റൂർക്കേല, ഒഡീഷയിലാണ്, ജർമ്മനിയുടെ സഹായത്തോടു കൂടി വന്നു. 3ാമത്തെ ദുർഗാപൂർ, പശ്ചിമ ബംഗാളിലാണ്,
ബ്രിട്ടന്റെ സഹായത്തോടു കൂടി വന്നു. ഇതിന് തൊഴിലില്ലായ്മ കുറയ്ക്കുക, ദേശീയ വരുമാനം ഉയർത്തുക എന്നൊക്കെ ഉണ്ട് എങ്കിലും പ്രധാനമായിട്ടും വ്യാവസായിക വളർച്ചയായിരുന്നു. ഇനി സോഷ്യലിസത്തിൽ അധിഷ്ഠിതമായ സമൂഹത്തെ വാർത്തെടുക്കുക എന്ന ഉദ്ദേശം ഉണ്ടായിരുന്ന പഞ്ചവത്സര പദ്ധതി കൂടിയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി. അതുപോലെ തന്നെ ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വരുന്നത് 1959 രാജസ്ഥാനിൽ പഞ്ചായത്തി രാജ് നിലവിൽ വരുന്നത് ഈ പദ്ധതി കാലത്താണ്. മൊത്തത്തിലല്ല, പഞ്ചാബിലാണ് ആദ്യം തുടങ്ങുന്നത് 1959. ഈ രണ്ടാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ടത് 4.5% വളർച്ചയായിരുന്നു എങ്കിൽ കൈവരിച്ചത് 4.27% വളർച്ചയാണ്. കൂടാതെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ചും ആറ്റോമിക് എനർജി കമ്മീഷനും നിലവിൽ വരുന്നതും ഈ സമയത്ത് തന്നെയാണ്. നമ്മുടെ ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് എന്ന് നമ്മൾ പഠിച്ചത് എം വിശ്വേശ്വരയ്യയാണ്. എന്നാൽ ഇന്ത്യൻ ആസൂത്രണത്തിന് ശില്പി എന്ന് പറയുന്നത് PC മഹലനോബിസ് ആണ്. മാറിപ്പോകരുത്, ശില്പി PC മഹലനോബിസ്, ശില്പി PC മഹലനോബിസ്. അതുപോലെ തന്നെ പിതാവ് എം വിശ്വേശ്വരയ്യ. ഇനി കൽക്കട്ടയിലെ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചതും മഹലനോബിസ് തന്നെയാണ്. PC മഹലനോബിസ് ആരംഭിച്ച ജേണലാണ് സംഖ്യ എന്ന് പറയുന്നത്. ദേശീയ സ്റ്റാറ്റിസ്റ്റിക്കൽ ദിനമായി ആചരിക്കുന്നത് മഹലനോബിസിൻ്റെ ജന്മദിനമായ ജൂൺ 29-നാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ ദേശീയ സ്റ്റാറ്റിസ്റ്റിക്കൽ ദിനം PC മഹലനോബിസിൻ്റെ ജന്മദിനമാണെന്ന് പറഞ്ഞു. ഇന്ത്യൻ സാമ്പത്തിക വളർച്ച അളക്കുന്നത് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷനാണ്. ഇതാണ് നിലവിൽ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച അളക്കുന്ന സ്ഥാപനം. എന്നാൽ മിനിസ്ട്രി ഓഫ് സാമ്പിൾ പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ എന്ന കേന്ദ്ര മന്ത്രാലയത്തിന് കീഴിലാണ് ഈ NSO വരുന്നത്. പണ്ട് ഇത് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷനാണ് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച രേഖപ്പെടുത്തിയിരുന്നത്. എന്നാൽ 2019 മെയ് ആയപ്പോഴേക്കും സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷനും നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷനും NSSO എന്ന സ്ഥാപനവും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ NSOയ്ക്ക് രൂപം നൽകി. ഈ 1950-ലാണ് NSSOയും CSOയും നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷനും സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷനും നിലവിൽ വരുന്നത്. ഇത് രൂപീകരിക്കുന്നതിന് പിന്നിൽ പ്രവർത്തിച്ച വ്യക്തിയാണ് മഹലനോബിസ് എന്ന് പറയുന്നത്. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച അളക്കുന്നതിനുള്ള സൂചികയൊക്കെയാണ് GDP. അതുപോലെ തന്നെ സോഷ്യലിസ്റ്റ് പാറ്റേണിലുള്ള സമൂഹത്തിന് പ്രാധാന്യം മുന്നിൽ കണ്ട് അവതരിപ്പിച്ച പദ്ധതിയാണ് രണ്ടാം പദ്ധതി എന്ന് പറഞ്ഞു. 1955 തമിഴ്നാട്ടിലെ ആവടിയിൽ വെച്ച് നടന്ന INCയുടെ വാർഷിക സമ്മേളനത്തിലാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ച അതിന് സോഷ്യലിസ്റ്റ് പാറ്റേൺ പിന്തുടരാൻ തീരുമാനിക്കുന്നത്. അതായത് കംപ്ലീറ്റ് ആയിട്ടും സോഷ്യലിസത്തിലേക്ക് പോകാതെ പൊതുമേഖലയും സ്വകാര്യ മേഖലയും ഒന്നിച്ച് ഉൾക്കൊള്ളുന്ന മിശ്ര സമ്പദ് വ്യവസ്ഥയിലേക്കുള്ള പാതയാണ് 1955 INC ആവടി സമ്മേളനത്തിൽ തീരുമാനിച്ചത്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ദുർഗാപൂർ, ഭിലായ്, റൂർക്കേല ഈ 3 എണ്ണമാണ്. ഒരെണ്ണം കൂടെ ഉണ്ട്, ബൊക്കാറോ എന്ന് പറയുന്നത്. അത് 3-ാം പഞ്ചവത്സര പദ്ധതി പ്രകാരമാണ്. ഇനി രണ്ടാം പഞ്ചവത്സര പദ്ധതിയിൽ നിന്നും വന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കാം. ദ പീരിയഡ്സ് ഓഫ് സെക്കൻഡ് 5-year പ്ലാൻ ഇൻ ഇന്ത്യ 1956 മുതൽ 61 വരെയാണ്. രണ്ടാമത്തെ ദ ഒബ്ജക്റ്റീവ് ഓഫ് സെക്കൻഡ് 5-year പ്ലാൻ ഈസ് റാപ്പിഡ് ഇൻഡസ്ട്രിയലൈസേഷൻ, വ്യവസായവൽക്കരണം തന്നെയാണ്. മൂന്നാമത്തത് ദ സെക്കൻഡ് 5-year പ്ലാൻ ഗേവ് പ്രയോറിറ്റി ടു ഹെവി ക്യാപിറ്റൽ ഗുഡ് ഇൻഡസ്ട്രി. അങ്ങനെ 3 ഇൻഡസ്ട്രി വന്നതാണ് ദുർഗാപൂർ, ഭിലായ്, റൂർക്കേല എന്നിവ. അടുത്തത് വിച്ച് 5-year പ്ലാൻ ഈസ് നോൺ ആസ് മഹലനോബിസ് പ്ലാൻ, സെക്കൻഡ് 5-year പ്ലാൻ. വിച്ച് 5-year പ്ലാൻ അഡോപ്റ്റഡ് ദി മഹലനോബിസ് മോഡൽ ഫോർ ദി ഇൻവെസ്റ്റ്മെന്റ് പാറ്റേൺ ഇൻ ഇന്ത്യ. രണ്ടും മാറി വേറെ രീതിയിൽ ചോദിച്ചതേ ഉള്ളൂ, സെക്കൻഡ് 5-year പ്ലാൻ തന്നെ. അടുത്തത് ദ നെഹ്റു മഹലനോബിസ് സ്ട്രാറ്റജി വാസ് പുട്ട് ഇൻ ടു പ്രാക്ടീസ് ഇൻ വിച്ച് പ്ലാൻ, സെക്കൻഡ് 5-year പ്ലാൻ. അടുത്തത് ഇൻ വിച്ച് 5-year പ്ലാൻ ഇന്ത്യ ഓപ്റ്റഡ് ഫോർ എ മിക്സഡ് എക്കണോമി, സെക്കൻഡ് 5-year പ്ലാനിലാണ് മിക്സഡ് എക്കണോമി ഓപ്റ്റ് ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് ദി വൺ ഓഫ് ദി 3 ബേസിക് എലമെന്റ്സ് ഇൻ ദി മെത്തേഡ് ഓഫ് ഗ്രീൻ റെവല്യൂഷൻ. ഗ്രീൻ റെവല്യൂഷൻ മെത്തേഡിൽ ഇല്ലാത്തത് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കണ്ടിന്യൂഡ് എക്സ്പാൻഷൻ ഓഫ് ഫാമിംഗ്, ഡബിൾ ക്രോപ്പിംഗ് ഇൻ എക്സിസ്റ്റിംഗ് ഫാംലാൻഡ്, യൂസിങ് സീഡ്സ് വിത്ത് ഇംപ്രൂവ്ഡ് ജെനറ്റിക്സ്. ഇതെല്ലാം ഗ്രീൻ റെവല്യൂഷനിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഗ്രീൻ റെവല്യൂഷൻ വരുന്നത് 3-ാം പദ്ധതി കഴിഞ്ഞിട്ടാണ്. അതിവിടെ ക്വസ്റ്റ്യനിൽ ഞാൻ ഇട്ടുപോയതാണ്. ഓക്കെ. 9-ാമത്തെ ക്വസ്റ്റ്യൻ ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഖാദി ഗ്രാമ വ്യാവസായിക കമ്മീഷൻ സ്ഥാപിതമായത്, സെക്കൻഡ് 5-year പ്ലാനിലാണ്. ശ്രദ്ധിക്കുക, ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ
വ്യവസായ കമ്മീഷനാണ്. ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ സ്ഥാപിതമാകുന്നത് സെക്കൻഡ് 5 ഇയർ പ്ലാനിലാണ്. 10ാമത്തെ ക്വസ്റ്റ്യൻ. The strategy of the industrialization of the second 5 year plan had the following elements. Increase the rate of investment as development depends upon the rate of investment. Rapid expansion of productive power by increasing the proportion of investment heavy and capital goods sectors. 3. Providing more conducive atmosphere to private sector. Increasing the scope and importance of public sector. എന്തൊക്കെയായിരുന്നു ഇതുമായിട്ട് ബന്ധപ്പെട്ടത്? ഒന്ന്, ഇൻവെസ്റ്റ്മെന്റ് കൂട്ടുന്നു. രണ്ടാമത്തത് ഹെവി ആൻഡ് ക്യാപിറ്റൽ ഗുഡ്സ് സെക്ടറിലാണ് കൂട്ടുന്നത്, ഇൻഡസ്ട്രിയൽ സെക്ടറിലാണ് കൂട്ടുന്നതെന്ന് പറഞ്ഞു. മൂന്നാമത് നോക്കിയേ, പ്രൊവൈഡിങ് മോർ കണ്ടക്റ്റീവ് അറ്റ്മോസ്ഫിയർ ടു ദി പ്രൈവറ്റ് സെക്ടർ. അങ്ങനെയാണ് ആവടി സമ്മേളനത്തിൽ അവർ തീരുമാനിച്ചത്. അല്ല, അവർ പറഞ്ഞ പൂർണ്ണമായിട്ടും സോഷ്യലിസത്തിലേക്ക് പോകാതെ പൊതുമേഖലയ്ക്കും സ്വകാര്യ മേഖലയ്ക്കും ഒരേപോലെയുള്ള മിക്സഡ് സമ്പദ് വ്യവസ്ഥയാണ് അവർ വിഭാവനം ചെയ്തത്. അതുപോലെ തന്നെ ഇൻക്രീസിങ് ദി സ്കോപ്പ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് പബ്ലിക് സെക്ടർ. കാരണം 3 ഇൻഡസ്ട്രീസും നിലവിൽ വരുന്നതും പബ്ലിക് സെക്ടറിൻ്റെ ഇതിൽ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് 3 മാത്രമാണ് തെറ്റായിട്ടുള്ളത്. 1, 2, 4 ശരിയാണ്. അടുത്ത്, അക്കോർഡിംഗ് ടു ദി സെക്കൻഡ് 5 ഇയർ പ്ലാൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് കറക്റ്റ്? PC Mahalanobis played a leading role in drafting the second 5 year plan. ശരിയാണ്. Dismantling of the industrial licensing system and abolition of MRTP Act. ഡിസ്മാൻഡ്ലിംഗ് ഓഫ് ഇൻഡസ്ട്രിയൽ ലൈസൻസിങ് സിസ്റ്റം അല്ലല്ലോ, തുടങ്ങി വെക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ അത് തെറ്റാണ്. ഇന്ത്യൻ ഗവൺമെന്റ് സൈൻഡ് 3 സെപ്പറേറ്റ് എഗ്രിമെന്റ്സ് ഫോർ ദി കൺസ്ട്രക്ഷൻ ഓഫ് സ്റ്റീൽ പ്ലാന്റ്സ് വിത്ത് ജർമ്മനി, റഷ്യ ആൻഡ് ബ്രിട്ടൻ. ശരിയാണ്. 3 സ്റ്റീൽ ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ട് 3 ഗവൺമെന്റുമായിട്ട് എഗ്രിമെന്റ് വെക്കുന്നു. അപ്പോൾ എയും സിയുമാണ് ശരി. 12ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ നോട്ട് കറക്റ്റ് അബൌട്ട് ദി സെക്കൻഡ് 5 ഇയർ പ്ലാൻ? നോട്ട് കറക്റ്റ് എന്നാണ്. ബോംബെ പ്ലാൻ ഫോർ എക്കണോമിക് ഡെവലപ്മെന്റ് വാസ് പ്രൊപ്പോസ്ഡ്. ബോംബെ പ്ലാൻ ഡെവലപ്പ് ചെയ്തു. ഇറ്റ് വാസ് ബേസ്ഡ് ഓൺ മഹലനോബിസ് മോഡൽ. 3ാമത്തെ, ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രോജക്ട്സ് വെർ എസ്റ്റാബ്ലിഷ്ഡ്. 4, ഗാഡ്ഗിൽ യോജന ഓഫ് എക്കണോമിക് സെൽഫ് സഫിഷ്യൻസി വാസ് സ്റ്റാർട്ടഡ്. 1ാമത്തെ ബോംബെ പ്ലാൻ ഏതിലാണ് വന്നത്? എന്നാണ് വന്നത്? 1944 വന്നു അല്ലേ? അപ്പോൾ അതല്ല. ഇനി ഇറ്റ് വാസ് ബേസ്ഡ് ഓൺ മഹലനോബിസ് മോഡൽ, അത് കറക്റ്റാണ്. ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രോജക്ട്സ് വെർ എസ്റ്റാബ്ലിഷ്ഡ്, അതും കറക്റ്റാണ്. ഗാഡ്ഗിൽ യോജന വരുന്നത് 3ാം പഞ്ചവത്സര പദ്ധതിയിലാണ്, ഇതിലല്ല. അതുകൊണ്ട് 1ഉം 4ഉമാണ് ശരി. ഇനി 3ാം പഞ്ചവത്സര പദ്ധതിയിലേക്ക് കടക്കുകയാണ്. 3ാം പഞ്ചവത്സര പദ്ധതി ആരംഭിക്കുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്താണ് ആരംഭിക്കുന്നത്. ഗാഡ്ഗിൽ യോജന എന്നാണ് 3ാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നത്. 1961 മുതൽ 66 വരെയാണ് കാലഘട്ടം. ഇനി ഇതിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ഭക്ഷ്യ സ്വയം പര്യാപ്തത, വ്യാവസായിക സ്വാശ്രയത്വം. വ്യാവസായിക എന്ന് വെച്ച് കഴിഞ്ഞാൽ റാപ്പിഡ് ഇൻഡസ്ട്രിയലൈസേഷൻ അല്ല ഇവിടെ വരുന്നത്, വ്യാവസായിക സ്വാശ്രയത്വമാണ്. മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കാതെ എങ്ങനെ സ്വന്തമായിട്ട് തുടങ്ങാം എന്നുള്ളത്. പിന്നെ സമ്പദ്ഘടനയുടെയും സ്വയം പര്യാപ്തതയാണ്. അതുപോലെ തന്നെ ബൊക്കാറോ ഇരുമ്പുരുക്കുശാല സ്ഥാപിക്കുന്നത് 1964 1964 ജാർഖണ്ഡിലാണ്. റഷ്യയുടെ സഹായത്തോടു കൂടിയാണ് ആരംഭിക്കുന്നത്. ഇതാണ് 3ാമത്തെ ഇതിലാണ് ബൊക്കാറോ. അതുപോലെ തന്നെ നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് 1965 ആനന്ദിൽ ആണ് ഉള്ളത്, ഗുജറാത്തിലെ ആനന്ദിലാണ്. അത് സ്ഥാപിക്കുന്നത് 3ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഇന്ത്യയിൽ ആദ്യമായി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് 1962 ജവഹർലാൽ നെഹ്റുവാണ് അന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോഴുള്ള പ്രധാനമന്ത്രി. അതുപോലെ തന്നെ രാഷ്ട്രപതി എന്ന് പറയുന്നത് ഡോക്ടർ എസ് രാധാകൃഷ്ണനായിരുന്നു. അതിനുള്ള കാരണം ഇന്ത്യ ചൈന യുദ്ധമാണ്. 1962 ഇന്ത്യ ചൈന യുദ്ധം നടക്കുന്നത്. അങ്ങനെയാണ് നാഷണൽ എമർജൻസി പ്രഖ്യാപിക്കുന്നത്. അതുപോലെ തന്നെ അടിയന്തരാവസ്ഥ കഴിഞ്ഞിട്ട് 1965 ഇന്ത്യ പാക് വാറും വരുന്നു. ഇതും 3ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് തന്നെയായിരുന്നു. ഈ 1962 ഇന്ത്യ ചൈന യുദ്ധവും 1965 ഇന്ത്യ പാക് യുദ്ധവും കൂടാതെ മൺസൂണിന്റെ പരാജയവും ഈ അടിയന്തരാവസ്ഥയിലേക്ക് പോകാൻ കാരണമായി. ഈ 3ാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ടത് 5.6% എങ്കിലും ഏറ്റവും കുറവ്
കൈവരിച്ചത് 2.8 എന്ന് പറയുന്ന ഒരു പെർസെൻറ്റേജ് ഗ്രോത്താണ്. അത് ഈ തേർഡ് 5 ഇയർ പ്ലാനിലാണ് ഏറ്റവും കുറവ്, 2.8% എന്ന് പറയുന്ന ഗ്രോത്ത് റേറ്റ് ആണ് ഉണ്ടായുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതിയാണ് ഹരിത വിപ്ലവം എന്ന് പറയുന്ന ഒരു സംഭവം ആരംഭിക്കാൻ തീരുമാനിച്ച പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് മൂന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. ഇനി ഇത് ശ്രദ്ധിക്കുക, ഈ 3 പഞ്ചവത്സര പദ്ധതി നമ്മളിപ്പോൾ പറഞ്ഞു. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 3 വർഷത്തേക്ക് വരുന്ന പ്ലാൻ ഹോളിഡേ ആണ്. 3 വർഷമാണ്, 3 വർഷത്തേക്ക് പ്ലാൻ ഹോളിഡേ വരുന്നു. പിന്നെ 2 5 ഇയർ പ്ലാൻ വരുന്നു. അതായത് 1, 2, 3 തേർഡ് 5 ഇയർ പ്ലാൻ കഴിഞ്ഞ് 3 വർഷത്തേക്ക് പ്ലാൻ ഹോളിഡേ. പിന്നെ 4, 5 പഞ്ചവത്സര പദ്ധതി കഴിഞ്ഞ് പിന്നെ ഒരു 2 വർഷത്തേക്ക് റോളിംഗ് പ്ലാൻ വരുന്നു. പിന്നെ ഒരു 2 പഞ്ചവത്സര പദ്ധതി വരുന്നു. പിന്നെ 2 വർഷത്തേക്ക് വീണ്ടും പ്ലാൻ ഹോളിഡേ വരുന്നു. പിന്നെ 5 പഞ്ചവത്സര പദ്ധതി വരുന്നു. അതായത് 3, 3, 2, 2, 2, 2, 5 എന്ന് പറയുന്ന ഒരു പാറ്റേൺ ആണ് ഇത് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഓർത്തിരിക്കാൻ വേണമെങ്കിൽ ഇങ്ങനെ ഓർത്തിരിക്കാം. മൂന്നാം പഞ്ചവത്സര പദ്ധതിയിൽ നിന്ന് വരുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. വിച്ച് 5 ഇയർ പ്ലാൻ ഓഫ് ഇന്ത്യ ഈസ് ഓൾസോ നോൺ ആസ് ഗാഡ്ഗിൽ യോജന? തേർഡ് 5 ഇയർ പ്ലാൻ ആണ്. ഇന്ത്യസ് തേർഡ് 5 ഇയർ പ്ലാൻ ഈസ് സെറ്റ് ടു ബി ബേസ്ഡ് ഓൺ എസ് ചക്രവർത്തി മോഡൽ എന്നും അറിയപ്പെടുന്നുണ്ട്. ഗാഡ്ഗിൽ യോജനയാണ് എങ്കിലും എസ് ചക്രവർത്തി മോഡൽ എന്നാണ് അറിയപ്പെടുന്നത്. ഇനി ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച് ഏത് പദ്ധതി കാലയളവിലാണ് തുടക്കം കുറിച്ചത് എന്നാണ് പറയുന്നത്. ഹരിത വിപ്ലവം ഇത് കഴിഞ്ഞിട്ടാണ് തുടങ്ങുന്നത് എങ്കിലും തുടക്കം കുറിക്കുന്നത് തേർഡ് 5 ഇയർ പ്ലാനിലാണ്. മൂന്നാം പഞ്ചവത്സര പദ്ധതി കഴിഞ്ഞ് 3 വർഷത്തേക്ക് പ്ലാൻ ഹോളിഡേ ആണ് വരുന്നത്. 1966 മുതൽ 69 വരെയാണ് പ്ലാൻ ഹോളിഡേ എന്ന് പറയുന്നത്. ഇന്ദിരാഗാന്ധിയുടെ കാലത്തായിരുന്നു. മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ പരാജയത്തെ തുടർന്ന് തന്നെയാണ് ഇന്ത്യയിൽ പ്ലാൻ ഹോളിഡേ പ്രഖ്യാപിക്കുന്നത്. 1966 മുതൽ 69 വരെയാണ് 3 വർഷക്കാലത്തേക്കാണ് ഈ വാർഷിക പദ്ധതികളായിട്ടാണ്. അതായത് 66, 67, 67, 68, 68, 69 അങ്ങനെ വാർഷിക പദ്ധതിയായിട്ടാണ് നടപ്പിലാക്കിയത്. മൂന്നാം പഞ്ചവത്സര പദ്ധതിക്ക് ശേഷം വന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ ഏറെക്കുറെ പരിഹരിക്കപ്പെട്ടത് ഈ 3 വാർഷിക പദ്ധതിയിലൂടെ തന്നെയാണ്. പ്ലാൻ ഹോളിഡേ പ്രഖ്യാപിച്ച് വാർഷിക പദ്ധതികൾ നടപ്പിലാക്കിയ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിക്കുന്നത് 1967ലാണ്. ഈ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിക്കുന്നത് ഈ പ്ലാൻ ഹോളിഡേ കാലത്താണ് കേട്ടോ, 1967ലാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്ന് പറയുന്നത് MS സ്വാമിനാഥനാണ്, ഇന്ത്യൻ. അതുപോലെ ഹരിത വിപ്ലവത്തിനെ തുടർന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപാദനം കൂടിയ ധാന്യം എന്ന് പറയുന്നത് ഗോതമ്പാണ്. 2ാം സ്ഥാനത്ത് നെല്ലാണ്. ഗോതമ്പിന് നെല്ലിനുമാണ് പ്രാധാന്യം കൊടുത്തത് ഹരിത വിപ്ലവം. അതുപോലെ തന്നെ പഞ്ചാബാണ് ഏറ്റവും കൂടുതൽ ഹരിത വിപ്ലവത്തിന് നിന്ന് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയ ഇന്ത്യൻ സംസ്ഥാനം എന്ന് പറയുന്നത് പഞ്ചാബാണ്. അതുപോലെ ലോകത്തിൽ ആദ്യമായി ഹരിത വിപ്ലവം ആരംഭിക്കുന്നത് മെക്സിക്കോയിലാണ്. ഏഷ്യയിൽ ആദ്യമായിട്ട് ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിക്കുന്നത് ഫിലിപ്പൈൻസിലാണ്. ഇനി ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച സംസ്ഥാനവും പഞ്ചാബാണ്. ഇന്ത്യയിൽ ഹരിത വിപ്ലവം ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാക്കിയ സംസ്ഥാനവും പഞ്ചാബ് തന്നെയാണ്. അപ്പോൾ ഓർത്തിരിക്കുക 3, 3, 2, 2, 2, 2, 5. ഇനി 4ാം പഞ്ചവത്സര പദ്ധതിയിലേക്ക് വരുമ്പോൾ 1969-74 കാലഘട്ടത്തിലാണ് 4ാം പഞ്ചവത്സര പദ്ധതി വരുന്നത്. പ്ലാൻ ഹോളിഡേ കഴിഞ്ഞിട്ട് വരുന്ന ആദ്യത്തെ പഞ്ചവത്സര പദ്ധതിയാണ് 4ാം പഞ്ചവത്സര പദ്ധതി. നമ്മൾ 3ാം പഞ്ചവത്സര പദ്ധതി ഗാഡ്ഗിൽ യോജന എന്നറിയപ്പെടുന്നു, അല്ലെങ്കിൽ ഗാഡ്ഗിൽ മോഡൽ എന്നൊക്കെ ആയിരിക്കും വരിക. അതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് 4ാം പഞ്ചവത്സര പദ്ധതി. ഇനി ഇതിൻ്റെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയിരുന്നു. പ്രധാന ലക്ഷ്യങ്ങൾ സാമ്പത്തികമായ സാങ്കേതിക നിക്ഷേപങ്ങളും സ്വാശ്രയത്വം നേടുക, മാനവ വിഭവ വികസനം, സ്ഥിരതയോടുകൂടിയ വളർച്ച, അങ്ങനെയൊക്കെയായിരുന്നു. അതുപോലെ തന്നെ ദുർബല വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് ഊന്നൽ നൽകിയ പഞ്ചവത്സര പദ്ധതിയും ഈ 4ാം പഞ്ചവത്സര പദ്ധതിയാണ്. പിന്നെ ബാങ്കുകൾ ആദ്യമായിട്ട് ദേശസാൽക്കരിക്കുന്നത് ഈ പഞ്ചവത്സര പദ്ധതി കാലത്താണ്. 1969 ജൂലൈ 19-നാണ് 14 ബാങ്കുകൾ ദേശസാൽക്കരിക്കുന്നു. 1ാം ഘട്ടം ബാങ്കുകളുടെ ദേശസാൽക്കരണം നടക്കുന്നത് ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് ആണ് നടത്തുന്നത്. 1969 ജൂലൈ 19-നാണ് നടക്കുന്നത് 14 ബാങ്കുകൾ. ഇനി 1971 ഇന്ത്യ പാക് യുദ്ധം വരുന്നു. അതുപോലെ തന്നെ ബംഗ്ലാദേശിന്റെ രൂപീകരണം നടക്കുന്നതൊക്കെ 4ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്.
ഇനി പാൽ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനായി ഓപ്പറേഷൻ ഫ്ലഡ് ആരംഭിച്ച പദ്ധതിയും 4ാം പഞ്ചവത്സര പദ്ധതിയാണ്. അതുപോലെ തന്നെ ധവള വിപ്ലവത്തിന് അഥവാ ഓപ്പറേഷൻ ഫ്ലഡിന് നേതൃത്വം നൽകിയത് വർഗീസ് കുര്യനാണ്. ഇനി ലക്ഷ്യമിട്ടിരുന്നത് 5.6% ആണ്. കൈവരിക്കാൻ സാധിച്ചത് 3.3% മാത്രമാണ് കൈവരിക്കാൻ സാധിച്ചുള്ളൂ. ഇത്രയാണ് 4th 5-year പ്ലാനിനെ പറ്റി പറയാനുള്ളത്. ഈ 4th 5-year പ്ലാൻ എന്ന് വരുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. വിച്ച് 5-year പ്ലാൻ ഓഫ് ഇന്ത്യ ഈസ് ഓൾസോ നോൺ ആസ് ഗാഡ്ഗിൽ യോജന? ഇത് 3rd 5-year പ്ലാനും വരുന്നുണ്ട്. പക്ഷെ 4th 5-year പ്ലാൻ അതിൻ്റെ കണ്ടിന്യൂഷൻ ആയതുകൊണ്ട് ഓപ്ഷനിൽ നിന്ന് 4 മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അത് എടുത്തു എന്ന് മാത്രം. ഗാഡ്ഗിൽ സ്ട്രാറ്റജി ഈസ് റിലേറ്റഡ് ടു എസ് ചക്രവർത്തി മോഡൽ എന്ന് പറഞ്ഞു. ഇനി ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ബാങ്കുകളുടെ ആദ്യ ദേശസാൽക്കരണം നടന്നത്? 4ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ആദ്യമായിട്ട് ബാങ്കുകളുടെ ദേശസാൽക്കരണം നടക്കുന്നത് ജൂലൈ 14, 1969 അടുത്തത് 5ാം പഞ്ചവത്സര പദ്ധതിയാണ്. 1974-79 കാലഘട്ടമാണ് ശരിക്കും പഞ്ചവത്സര പദ്ധതിക്ക് വരേണ്ടത് എങ്കിലും 78 അവസാനിക്കുന്നുണ്ട്. അതിനുള്ള കാരണം നമ്മൾ വഴിയേ പറയും. ഈ 5ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം ദാരിദ്ര്യ നിർമ്മാർജ്ജനമായിരുന്നു. മറ്റു ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് കാർഷിക വൃത്തിയിലും പ്രതിരോധ മേഖലയിലും സ്വാശ്രയത്വം നേടുക എന്നുള്ളത് തന്നെയായിരുന്നു. ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് ആയിരുന്നു 5ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ഉണ്ടായിരുന്നത്. ഇന്ദിരാഗാന്ധി ആഹ്വാനം ചെയ്ത മുദ്രാവാക്യമാണ് ഗരീബി ഹഠാവോ എന്നുള്ളത്. അതായത് പോവർട്ടി ഇറാഡിക്കേഷൻ എന്നാണ് ഗരീബി ഹഠാവോ എന്നതിൻ്റെ അർത്ഥം. ഇനി ദാരിദ്ര്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് ഇന്ദിരാഗാന്ധി 20 ഇന പരിപാടികൾ ആരംഭിക്കുന്നതും ഈ പഞ്ചവത്സര പദ്ധതി കാലത്താണ്, 1975. അതുപോലെ വൈദ്യുത വിതരണ നിയമം ഭേദഗതി ചെയ്ത വർഷവും 1975 തന്നെയാണ്. ഇനി ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സ്കീം ICDS ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സ്കീം 1975 നിലവിൽ വരുന്നത് 5ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അതുപോലെ തന്നെ ഈ കാർഷിക ഉൽപാദനവും ജലവിതരണവും ലക്ഷ്യമിട്ടുകൊണ്ടാണ് കമാൻഡ് ഏരിയ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ആരംഭിക്കുന്നത്. 1974-75 ഈ കമാൻഡ് ഏരിയ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ആരംഭിക്കുന്നത്. കാർഷിക ഉൽപാദനവും ജലവിതരണവുമായിരുന്നു അതിൻ്റെ ലക്ഷ്യം. ഇനി ജോലിക്ക് കൂലി ഭക്ഷണം എന്ന പദ്ധതി ആരംഭിക്കുന്നത് 1977 ജോലിക്ക് കൂലി ഭക്ഷണം. അതുപോലെ തന്നെ 5ാം പഞ്ചവത്സര പദ്ധതിയുടെ സുഗമമായ നടത്തിപ്പിന് തടസ്സമായത് അടിയന്തരാവസ്ഥ പ്രഖ്യാപനവും തുടർന്നുണ്ടായ രാഷ്ട്രീയ മാറ്റവും തന്നെയാണ്. മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിലുള്ള ജനതാ സർക്കാർ അധികാരത്തിൽ വന്നതിനാൽ പ്രതീക്ഷിച്ചതിലും 1 വർഷം മുൻപ് 5ാം പഞ്ചവത്സര പദ്ധതി അവസാനിപ്പിച്ചു. അതാണ് 79 തീരേണ്ട പഞ്ചവത്സര പദ്ധതി 78 കാലാവധി പൂർത്തിയാക്കുന്നതിന് മുൻപേ പിൻവലിക്കപ്പെടുന്ന ഏക പഞ്ചവത്സര പദ്ധതിയാണ് ഈ 5ാം പഞ്ചവത്സര പദ്ധതി. ലക്ഷ്യമിട്ടത് 4.4% എങ്കിലും കൈവരിച്ചത് 4.8%. ഇതിൻ്റെ വാർഷിക വളർച്ച, അതായത് ഓരോ വർഷവും ഉണ്ടായ വാർഷിക വളർച്ച വെച്ച് നോക്കുകയാണെങ്കിൽ 5.1% വളർച്ച ഉണ്ടായിരുന്നു. നല്ലൊരു സക്സസ് ആയിരുന്നു എന്ന് പറയാം. അതുപോലെ ഇത് DP ധർ മോഡൽ എന്നാണ് അറിയപ്പെടുന്നത്. 5ാം പഞ്ചവത്സര പദ്ധതിയിൽ നിന്ന് വന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ദ ഡ്രാഫ്റ്റ് ഓൺ 5th 5-year പ്ലാൻ വാസ് പ്രിപ്പയർഡ് ആൻഡ് ലോഞ്ച്ഡ് ബൈ DP ധർ ആണ്. ഇനി വിച്ച് 5-year പ്ലാൻ വാസ് ടെർമിനേറ്റഡ് ബിഫോർ ദി കംപ്ലീഷൻ ഓഫ് ഇറ്റ്സ് പീരീഡ്? ഒരേ ഒരു പഞ്ചവത്സര പദ്ധതിയാണ് കാലാവധി പൂർത്തിയാക്കും മുമ്പ് നിർത്തിയത്. അത് 5ാം പഞ്ചവത്സര പദ്ധതിയാണ്. ദ ടേം ഗരീബി ഹഠാവോ മീൻസ് റിമൂവ് പോവേർട്ടി. ഇനി 20-point പ്രോഗ്രാം വാസ് ലോഞ്ച്ഡ് ഇൻ ദി ഇയർ 1975 5ാം പഞ്ചവത്സര പദ്ധതി പ്രകാരമാണ്. ദ മിനിമം നീഡ്സ് പ്രോഗ്രാം തുടങ്ങുന്നത്, മിനിമം നീഡ്സ് പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 5th 5-year പ്ലാനിലാണ്. ഇനി ദ ICDS ഈസ് എ പ്രോഗ്രാം ലോഞ്ച്ഡ് ബൈ ഗവൺമെൻറ് ഫോർ, എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ICDS ചൈൽഡ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടായിരുന്നു. ഇനി ദിസ് Indian National Highway System was introduced in which 5-year plan? 5th 5-year പ്ലാനിലാണ് ഇന്ത്യൻ നാഷണൽ ഹൈവേ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് ഓർത്തിരിക്കുക, ഹൈവേ സിസ്റ്റം ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അടുത്ത് ഡ്യൂറിങ് വിച്ച് 5-year പ്ലാൻ എമർജൻസി വാസ് ക്ലാംപ്ഡ് ഇൻ ഇന്ത്യ ആൻഡ് ന്യൂ ഇലക്ഷൻ ടുക്ക് പ്ലേസ്? 5th 5-year പ്ലാനിലാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് കറക്റ്റ് അബൌട്ട് 5-year പ്ലാൻസ്? ദ ഫൈനൽ ഡ്രാഫ്റ്റ് ഓഫ് ദി 5-year പ്ലാൻ വാസ് പ്രിപ്പയർഡ് ആൻഡ് ലോഞ്ച്ഡ് ബൈ DP ധർ. കറക്റ്റ് ആണ്.
ഗ്രീൻ റെവല്യൂഷൻ വാസ് സ്റ്റാർട്ടഡ് ഡ്യൂറിങ് 5th 5-year പ്ലാൻ. അല്ല, ഗ്രീൻ റെവല്യൂഷൻ 3rd 5-year പ്ലാനിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ പ്ലാൻ ഹോളിഡേയിലാണ് ശരിക്കും ഗ്രീൻ റെവല്യൂഷൻ നടക്കുന്നത്. ടാർഗറ്റ് ഗ്രോത്ത് ഓഫ് 8th 5-year പ്ലാൻ വാസ് 5.6 ആൻഡ് ആക്ച്വൽ ഗ്രോത്ത് വാസ് 6.8. ഇത് നോക്കുക, 8th 5-year പ്ലാനിനെ പറ്റിയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അത് കറക്റ്റ് ആണ്. ഓക്കെ, അതുകൊണ്ട് ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ളത് ഫസ്റ്റും തേർഡുമാണ്. 10th question, which of the following features are correct about 5th 5-year plan എന്നുള്ളതാണ്. Its duration was from 1974 to 1978. കറക്റ്റ് ആണോ? കറക്റ്റ് ആണ്. 5th 5-year പ്ലാനിനെ പറ്റിയാണ്. ഇനി ദിസ് പ്ലാൻ ഫോക്കസ്ഡ് ഓൺ ഗരീബി ഹട്ടാവോ, എംപ്ലോയ്മെന്റ്, ജസ്റ്റിസ്, അഗ്രികൾച്ചർ, പ്രൊഡക്ഷൻ ആൻഡ് ഡിഫൻസ്. കറക്റ്റ് ആണ്. ഫോർ ദി ഫസ്റ്റ് ടൈം ദ പ്രൈവറ്റ് സെക്ടർ ഗോട്ട് പ്രയോറിറ്റി ഓവർ ദി പബ്ലിക് സെക്ടർ. അല്ല. ഇനി ഇറ്റ്സ് ഡ്യൂറേഷൻ വാസ് ഫ്രം 1985 to 1990. അതുമല്ല. ദിസ് പ്ലാൻ വാസ് ടെർമിനേറ്റഡ് ഇൻ 1978 ബൈ ദി ന്യൂലി ഇലക്ടഡ് മൊറാർജി ദേശായി ഗവൺമെൻറ്. കറക്റ്റാണ്. നമ്മൾ ചിലപ്പം ഇവിടെ വരെ വായിച്ച് നോക്കിയിട്ട് ഓപ്ഷൻ കറക്റ്റ് ആണ് ഇല്ലയോ എന്ന് നോക്കാൻ പോകും. അങ്ങനെ നോക്കരുത്, ഫുൾ വായിച്ച് നോക്കണം. ചിലപ്പോൾ ഇവിടെ വേറെ ഏതെങ്കിലും ഗവൺമെൻറ്റിൻ്റെ പേരായിരിക്കും പറയുക. സോ ഇവിടെ 1, 2, 5 ശരിയാണ്. ഈ ജോലിക്ക് കൂലി ഭക്ഷണം എന്ന പദ്ധതി ആരംഭിച്ച ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? 5ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. നമ്മുടെ കോഡ് പ്രകാരം 3 പഞ്ചവത്സര പദ്ധതി കഴിഞ്ഞ് 3 വർഷം പ്ലാൻ ഹോളിഡേ, പിന്നെ 2 പഞ്ചവത്സര പദ്ധതി, അതായത് 4, 5 പഞ്ചവത്സര പദ്ധതി കഴിഞ്ഞിട്ട് 2 വർഷം റോളിംഗ് പ്ലാൻ ആണ് കേട്ടോ. 1978, 80 റോളിംഗ് പ്ലാൻ. സാമൂഹ്യനീതിയോടൊപ്പം വളർച്ച എന്നതിന് പകരം സാമൂഹ്യനീതിക്ക് വേണ്ടിയുള്ള വളർച്ച എന്നതാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് സാമൂഹ്യനീതിയോടൊപ്പം വളർച്ച എന്നല്ല, സാമൂഹ്യനീതിക്ക് വേണ്ടിയുള്ള വളർച്ച എന്നതാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിച്ചത്. ഇത് ആദ്യമായി റോളിംഗ് പ്ലാൻ എന്ന ആശയം ആദ്യമായി അവതരിപ്പിക്കുന്നത് ഗുണ്ണാർ മിർദാൽ ആണ്. ഗുണ്ണാർ മിർദാൽ ആണ് റോളിംഗ് പ്ലാൻ എന്ന ആശയം ആദ്യമായി അവതരിപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പുസ്തകമായ ഏഷ്യൻ ഡ്രാമയിലാണ് അവതരിപ്പിക്കുന്നത്. ഇന്ത്യയിൽ റോളിംഗ് പ്ലാൻ പദ്ധതി നടപ്പിലാക്കിയ പ്രധാനമന്ത്രി മൊറാർജി ദേശായി ആണ്. 1978, 80 കാലത്താണ്. അതായത് ഇദ്ദേഹം റോളിംഗ് പ്ലാൻ എന്ന പേരിൽ ആരംഭിക്കുമായിരുന്നു എങ്കിലും 2 വർഷത്തേക്ക് എന്നുള്ള രീതിക്കല്ല ആരംഭിച്ചത്. ഇത് പഞ്ചവത്സര പദ്ധതി എന്ന രീതിക്ക് തന്നെയാണ് ആരംഭിച്ചത്. അപ്പം 78 മുതൽ 5 വർഷത്തേക്ക് 83 വരെയാണ് 6ാം പഞ്ചവത്സര പദ്ധതി എന്ന രീതിയിൽ തന്നെയാണ് മൊറാർജി ദേശായി റോളിംഗ് പ്ലാനിനെ അവതരിപ്പിക്കുന്നത്. എന്നാൽ പിന്നീട് അധികാരത്തിൽ വരുന്ന ഇന്ദിരാഗാന്ധി ഇത് നിർത്തലാക്കി. അപ്പോൾ 80 കഴിഞ്ഞ് ഇന്ദിരാഗാന്ധി ഗവൺമെൻറ് വരുന്നു. അപ്പോൾ 80 നിർത്തലാക്കിയിട്ട് എന്താക്കി, 80-85 പുതിയ പഞ്ചവത്സര പദ്ധതി, 6ാം പഞ്ചവത്സര പദ്ധതി എന്ന പേരിൽ വരുന്നു. അപ്പോൾ 78-80 വരെയാണ് റോളിംഗ് പ്ലാൻ നടന്നുള്ളൂ. പിന്നെ 83 വരെയായിരുന്നു ഈ മൊറാർജി ദേശായി തുടങ്ങിയ ഈ 5-year പ്ലാൻ എന്ന രീതിക്ക് 6ാം പഞ്ചവത്സര പദ്ധതി ഉണ്ടായിരുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കുന്നത്? 78 മുതൽ 83 വരെ പ്രഖ്യാപിതമായിരുന്ന 6ാം പഞ്ചവത്സര പദ്ധതി 80 കട്ടാവുന്നു. എന്നിട്ട് 80 മുതൽ 85 വരെ പിന്നീട് പുതിയ 6ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറഞ്ഞ പുതിയ പഞ്ചവത്സര പദ്ധതി വരുന്നു. അപ്പോൾ ചുരുക്കത്തിൽ 2 തവണയാണ് 6ാം പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കുന്നത്. പക്ഷേ ഇത് 78-80 നടന്ന ഇതിനെ റോളിംഗ് പ്ലാൻ എന്ന് അറിയപ്പെടുന്നു. ഇനി 6ാം പഞ്ചവത്സര പദ്ധതിയാണ്. 6ാം പഞ്ചവത്സര പദ്ധതി 1980 മുതൽ 85 വരെയാണ്. പഞ്ചവത്സര പദ്ധതി എന്ന രീതിയിൽ വരുന്നത് 80 മുതൽ 85 വരെയുള്ള ഇന്ദിരാഗാന്ധി പിന്നീട് കൊണ്ടുവന്ന 6ാം പഞ്ചവത്സര പദ്ധതി തന്നെയാണ്. ഇതിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ദാരിദ്ര്യ നിർമ്മാർജ്ജനം, സാങ്കേതിക വിദ്യ നവീകരിക്കുക, പട്ടിണി നിരക്ക് കുറയ്ക്കുക, ജനസംഖ്യാ വളർച്ചാ നിയന്ത്രണം തുടങ്ങിയവയൊക്കെയാണ്. ഇതിനെ ഗാന്ധിയൻ മോഡൽ എന്നും അറിയപ്പെടുന്നതാണ് ഈ 6ാം പഞ്ചവത്സര പദ്ധതി. ഇതിൻ്റെ മറ്റ് ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് കാർഷിക വ്യാവസായിക മേഖലകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്നുള്ളതും ഇതിൻ്റെ ലക്ഷ്യങ്ങൾ തന്നെയാണ്. ഈ 2ാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടക്കുന്നത് 1980 ഈ 6ാം പഞ്ചവത്സര പദ്ധതി പ്രകാരമാണ് 2ാം ഘട്ട ബാങ്ക്
നാഷണലൈസേഷൻ നടക്കുന്നത്. ഈ 6ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നടപ്പിലാക്കിയ ഗ്രാമവികസന പരിപാടികളാണ് ഇത് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഒന്ന് IRDP, ഇൻ്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്നാണ് IRDP എന്ന് ഉദ്ദേശിക്കുന്നത്. 50% സെൻട്രൽ ഗവൺമെൻറ് 50% സ്റ്റേറ്റ് ഗവൺമെൻറ്റും കൂടെ ഫണ്ട് ഇട്ടിട്ട് റൂറൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കി കൊടുക്കുക. ഓപ്പർച്യൂണിറ്റീസ് മാത്രമാണ് കേട്ടോ. റൂറൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഈ ഇൻ്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് 1978 തുടങ്ങിയത്. അപ്പം ഇതാണ് മെയിൻ പ്രോഗ്രാം. IRDP എന്ന് പറയുന്നതാണ് മെയിൻ. അതിൻ്റെ കീഴിൽ സബായിട്ട് വരുന്നതാണ് ഈ പറയുന്നതൊക്കെ. അടുത്ത പദ്ധതിയാണ് NREP എന്ന് പറയുന്നത്, നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം എന്നുള്ളതാണ് ഇത് ഫുഡ് ഫോർ വർക്ക് എന്ന് പറയുന്ന പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് വന്നതാണ് ഈ നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അതായത് വേജ് കൊടുത്തുകൊണ്ടുള്ള എംപ്ലോയ്മെൻറ്റ്, നമ്മുടെ ഇപ്പോഴത്തെ തൊഴിലുറപ്പ് പദ്ധതിയില്ലേ അതുപോലെ വേജ് എംപ്ലോയ്മെൻ്റ് ആണ് ഈ NREPയിൽ ഉദ്ദേശിച്ചത്. ഇത് പിന്നീട് ഈ ജവഹർ റോസ്ഗാർ യോജന 1989 ജവഹർ റോസ്ഗാർ യോജനയായി മാറുകയും പിന്നീട് 2005 മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാം എന്ന് പറയുന്നത് ഈ MGNREGA വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഈ RLEGP എന്ന് പറയുന്നത് 1983 തുടങ്ങിയ പദ്ധതിയാണ്. റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാം എന്നതാണ് RLEGP. 1983 വരുന്നത്. ഇതും 1989 ജവഹർ റോസ്ഗർ യോജനയാവുകയും പിന്നീട് അത് MGNREGA ആയി മാറുകയും ചെയ്യുന്നു. അപ്പോൾ NREPയും RLEGPയും റൂറൽ എംപ്ലോയ്മെൻറ്റിന് വേജ് കൊടുത്തുകൊണ്ടുള്ള എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടിയാണ് കൊടുക്കുന്നത്. ഇനി ട്രൈസം എന്ന് പറയുന്നത് 1979 വരുന്നത്. ട്രെയിനിങ് റൂറൽ യൂത്ത് ഫോർ സെൽഫ് എംപ്ലോയ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ട്രൈസം എന്ന് പറയുന്ന പ്രോഗ്രാം. 1979 തുടങ്ങുന്നത്. 15 മുതൽ 35 വയസ്സ് വരെയുള്ള ആളുകൾക്കുള്ള സെൽഫ് എംപ്ലോയ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്ന പദ്ധതിയാണ് ട്രൈസം എന്ന് പറയുന്നത്. ഇത് പിന്നീട് സ്വർണ്ണ ജയന്തി ഗ്രാം സ്വരോസ്ഗർ യോജന SJGSY, സ്വർണ്ണ ജയന്തി ഗ്രാം സ്വരോസ്ഗർ യോജന എന്ന് പറഞ്ഞ് 1999 അതാവുന്നു. ഓക്കെ, അടുത്തതാണ് DWCRA. DWCRA എന്ന് പറയുന്നത് ഡെവലപ്മെൻറ്റ് ഓഫ് വിമൻ ആൻഡ് ചിൽഡ്രൻ ഇൻ റൂറൽ ഏരിയാസ് ആണ്. ഡെവലപ്മെൻറ്റ് ഓഫ് വിമൻ ആൻഡ് ചിൽഡ്രൻ ഇൻ റൂറൽ ഏരിയാസ് 1983 വരുന്നത്. ഇത് ഡിസ്ട്രിക്ട് ലെവലിലാണ് ഇതിൻ്റെ പദ്ധതികളൊക്കെ നടപ്പിലാക്കുന്നത് 1983. പിന്നെ നബാർഡ്, അഗ്രികൾച്ചറിന് വേണ്ടിയിട്ടുള്ള ഒരു ബാങ്ക് തന്നെ സ്ഥാപിക്കുന്നത് 1982 നബാർഡാണ്. അപ്പോൾ ഇത്രയും പദ്ധതികൾ വരുന്നതും രണ്ടാമത്തെ ബാങ്ക് നാഷണലൈസേഷൻ വരുന്നതും 6ാം പഞ്ചവത്സര പദ്ധതിയിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഗാന്ധിയൻ മോഡൽ എന്നും അറിയപ്പെടുന്നത്. ഇനി 6ാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിടുന്നത് 5.2% ഗ്രോത്ത് ആണ് എങ്കിൽ ലഭിച്ചത് 5.7% ആണ്. 5ലേക്കൊക്കെ ലക്ഷ്യം വെക്കുന്നത് ആദ്യമായിട്ടാണ്. 5.2% ലക്ഷ്യം വെച്ച് 5.7% അച്ചീവ് ചെയ്തു. ഇനി 6th 5-year പ്ലാൻ എന്ന് ചോദിച്ച പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സെൽഫ് റിലയൻസ് ഈസ് ദി മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് 6th 5-year പ്ലാൻ. സ്വയം പര്യാപ്തത എന്ന് തന്നെയാണ് 6th 5-year പ്ലാനിൽ പറയുന്നത്. ഇൻ വിച്ച് 5-year പ്ലാൻ ഇൻട്രൊഡ്യൂസ് IRDP ആൻഡ് NREP. 6th 5-year പ്ലാൻ ആണ്. പ്രോഗ്രാം സ്പോൺസേർഡ് ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഫോർ റൂറൽ ഡെവലപ്മെൻറ്റ്. ഏതാണ്? ഇൻ്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം IRDP. ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഹു ഇൻട്രൊഡ്യൂസ്ഡ് IRDP. മൊറാർജി ദേശായി ആണ് IRDP ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇൻട്രൊഡ്യൂസ് ചെയ്തത് മൊറാർജി ദേശായി ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാം വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് 6th 5-year പ്ലാൻ ആണ്. ഇനി കാർഷിക മേഖലയ്ക്കും ഗ്രാമീണ വികസനത്തിനും ഊന്നൽ നൽകുന്ന ദേശീയ ബാങ്ക് ഏതാണ്? നബാർഡാണ്. 1982 6th 5-year പ്ലാനിലാണ് ഫോം ചെയ്യുന്നത്. അടുത്തത് 7ാം പഞ്ചവത്സര പദ്ധതിയാണ്. 1985-90 7ാം പഞ്ചവത്സര പദ്ധതി. രാജീവ് ഗാന്ധി ഗവൺമെൻറ് ആയിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി ആയിരുന്നു. ഇതിന് പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ശാസ്ത്ര സാങ്കേതിക വിദ്യ, വാർത്താവിനിമയം അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ
ഗ്രോത്ത് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. ഭക്ഷ്യധാന്യ ഉൽപാദനം, തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുക, ആധുനികവൽക്കരണം, സാമൂഹ്യനീതി, വാർത്താവിനിമയ, ഗതാഗത മേഖലകളുടെ വളർച്ച, അതിലൊക്കെ മുന്നേറ്റം കണ്ടെത്താൻ വേണ്ടി ഉള്ള പദ്ധതിയായിരുന്നു 7ാം പഞ്ചവത്സര പദ്ധതിയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതാണ് ഈ VSNL, വിദേശ സഞ്ചാർ നിഗം ലിമിറ്റഡ്, 1986 വരുന്നു. MTNL, മഹാനഗർ ടെലികോം നിഗം ലിമിറ്റഡ്, മഹാനഗർ ടെലികോം നിഗം ലിമിറ്റഡ്, അതും 1986 വരുന്നു. ഇത് രണ്ടും വാർത്താവിനിമയ രംഗത്ത് പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു. ഇതിന് രണ്ടിനും നേതൃത്വം കൊടുത്തത് രാജീവ് ഗാന്ധി തന്നെയായിരുന്നു. ഈ വാർത്താവിനിമയ രംഗത്തെ പുരോഗതിക്ക് നേതൃത്വം കൊടുത്ത രാജീവ് ഗാന്ധിയുടെ ഉപദേഷ്ടാവ് ആരായിരുന്നു? സാം പിത്രോഡെ ആയിരുന്നു. ഈ രാജീവ് ഗാന്ധിയുടെ ഉപദേശകനായിരുന്നു ഈ വാർത്താവിനിമയ രംഗത്ത്. സാം പിത്രോഡയുടെ ഉപദേശപ്രകാരമായിരുന്നു രാജീവ് ഗാന്ധി ഗവൺമെന്റ് ഈ VSNL, MTNL എന്ന് പറയുന്ന വാർത്താവിനിമയ രംഗത്ത് ഈ സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നു. ഇനി ഇന്ദിര ആവാസ് യോജന ആരംഭിക്കുന്നത് 1985 ഇന്ദിര ആവാസ് യോജന. അതുപോലെ തന്നെ ജവഹർ റോസ്ഗർ യോജന നിലവിൽ വരുന്നു 1989 ഏപ്രിൽ 1 അതും 7ാം പഞ്ചവത്സര പദ്ധതി പ്രകാരമാണ്. പ്രധാനമായിട്ടും ഇതാണ് ഓർത്തിരിക്കേണ്ടത്, വാർത്താവിനിമയം, VSNL, MTNL. പിന്നെ ജവഹർ റോസ്ഗാർ യോജനയും നമ്മൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞിരുന്നു. 2 ജവഹർ റോസ്ഗർ യോജനയിലേക്ക് 1989 മാറി എന്ന് പറഞ്ഞത്. ഏതൊക്കെയായിരുന്നു? NREP 1, നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം, ജവഹർ റോസ്ഗാർ യോജനയിലേക്ക് മാറി എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ വേറെ ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നല്ലോ, RLEGP എന്ന് പറയുന്നത്. RLEGPയും ജവഹർ റോസ്ഗാർ യോജനയും മാറി. ഇതിൽ ലക്ഷ്യമിട്ട വളർച്ച 5% എങ്കിൽ 6.1% വളർച്ച കൈവരിക്കാൻ കഴിഞ്ഞു 7ാം പഞ്ചവത്സര പദ്ധതിക്ക്. ഇതിൽ വന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കാം. ജവഹർ റോസ്ഗാർ യോജന വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ 7th 5-year പ്ലാനിലാണ്. വിച്ച് 5-year പ്ലാൻ പ്രൊമോട്ടിംഗ് പ്രൊഫഷണൽ മാനേജ്മെന്റ് ഇൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്? 7th 5-year പ്ലാനിലാണ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ പറ്റിയിട്ട് വന്നത്. ഈ നാഷണൽ ഹൗസിംഗ് ബാങ്ക് എസ്റ്റാബ്ലിഷ്ഡ് ഡ്യൂറിങ് 7th 5-year പ്ലാനിലാണ്. കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ നിന്ന് തന്നെ പഠിക്കേണ്ടതുണ്ട്. ഇനി ഇന്ത്യയിൽ ഏത് പഞ്ചവത്സര പദ്ധതിയാണ് സാമ്പത്തിക വളർച്ചയിൽ മനുഷ്യ മൂലധനത്തിന്റെ, അതായത് ഹ്യൂമൻ ക്യാപിറ്റൽ പങ്ക് തിരിച്ചറിഞ്ഞത്? ഏത് പദ്ധതി? ഇവിടെ 4 ആയിരുന്നു കേട്ടോ, മാറിപ്പോയതാണ്. 7th 5-year പ്ലാനിലാണ് ഹ്യൂമൻ ക്യാപിറ്റലിനെ പറ്റി കുറച്ച് മുൻതൂക്കം കൊടുത്തുകൊണ്ടുള്ള പദ്ധതി 7th 5-year പ്ലാൻ ആയിരുന്നു. അതുപോലെ തന്നെ നാഷണൽ ഹൗസിംഗ് ബാങ്ക്, പിന്നെ പ്രൊഫഷണൽ മാനേജ്മെന്റ് ഇൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, ഇതൊക്കെ 7th 5-year പ്ലാനിലായിരുന്നു വന്നത്. അപ്പോൾ നോക്കൂ, ഇവിടെ 3 പഞ്ചവത്സര പദ്ധതികൾ 1, 2, 3 കഴിഞ്ഞു. പിന്നെ 3 വർഷത്തേക്ക് റോളിംഗ് പ്ലാൻ ആയിരുന്നു. പിന്നെ 4, 5 എന്ന് പറയുന്ന 2 പഞ്ചവത്സര പദ്ധതി ആയിരുന്നു. ആദ്യത്തെ പ്ലാൻ ഹോളിഡേ ആയിരുന്നു 3 വർഷം. പിന്നെ 2 വർഷം റോളിംഗ് പ്ലാൻ വന്നു. അപ്പോൾ എന്തായി? 3 പഞ്ചവത്സര പദ്ധതി, പിന്നെ 4, 5, 6, 7. 7ാമത്തെ പഞ്ചവത്സര പദ്ധതി കഴിഞ്ഞിട്ട് 2 വർഷത്തേക്ക് വന്ന് പിന്നെ പ്ലാൻ ഹോളിഡേ വരുന്നു. അതായത് നരസിംഹറാവു എന്നിട്ട് വാർഷിക പദ്ധതികൾ എന്നാണ് ഈ പ്ലാൻ ഹോളിഡേ എന്ന് അറിയപ്പെടുന്ന വാർഷിക പദ്ധതികൾ എന്നാണ്. 1990-92 കാലത്തിലാണ് ഈ വാർഷിക പദ്ധതികൾ അഥവാ 2ാം പ്ലാൻ ഹോളിഡേ എന്നും പറയുന്നു. കേന്ദ്രത്തിലെ രാഷ്ട്രീയ അനിശ്ചിതത്വം കാരണമാണ് 1990-92 വാർഷിക പദ്ധതികൾ വരുന്നത്. നരസിംഹറാവു ഗവൺമെന്റാണ് പുത്തൻ സാമ്പത്തിക പരിഷ്കാരം എന്ന് പറഞ്ഞ് 1991 ഭയങ്കര ഫേമസ് ആയ ഒരു ഇതാണ് പുത്തൻ സാമ്പത്തിക നയം. 1991 ഈ പുത്തൻ സാമ്പത്തിക പരിഷ്കാരം നടപ്പിലാക്കുമ്പോഴുള്ള ധനമന്ത്രിയായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ്. ഈ വാർഷിക 90-92 വാർഷിക പദ്ധതിയിൽ വന്നതാണ് പുത്തൻ സാമ്പത്തിക നയം. അതിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്ന പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 8ാം പഞ്ചവത്സര പദ്ധതി തന്നെയാണ്. 1992-97 8ാം പഞ്ചവത്സര പദ്ധതി വരുന്നത്. നിലവിൽ വരുമ്പോൾ ഉള്ള പ്രധാനമന്ത്രി PV നരസിംഹറാവു തന്നെയാണ്. പ്രധാന ലക്ഷ്യം മാനവ വിഭവ ശേഷി വികസനം എന്നുള്ളതായിരുന്നു. ഹ്യൂമൻ റിസോഴ്സിൻ്റെ ഡെവലപ്മെന്റ് ആയിരുന്നു 8ാം പഞ്ചവത്സര പദ്ധതിയിൽ ലക്ഷ്യമാക്കിയിരുന്നത്. അതുപോലെ തന്നെ പ്രാഥമിക വിദ്യാഭ്യാസം, ശുദ്ധജല വിതരണം, കൃഷി, കൂടുതൽ തൊഴിലവസരങ്ങൾ, ഇതൊക്കെ
ലക്ഷ്യം തന്നെയായിരുന്നു. എന്നാലും പ്രധാന മാനവ വിഭവശേഷി വികസനമായിരുന്നു. പിന്നെ എക്കണോമിക് ലിബറേഷൻ പ്ലാൻ എന്നും ഈ 8ാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നു. അതുപോലെ തന്നെ റാവു മൻമോഹൻ മോഡൽ അഥവാ മൻമോഹൻ മോഡൽ എന്നൊക്കെ അറിയപ്പെടുന്നതും 8ാം പഞ്ചവത്സര പദ്ധതിയാണ്. മൻമോഹൻ മോഡൽ എന്നറിയപ്പെടുന്നത് പറഞ്ഞു. എക്കണോമിക് ലിബറലൈസേഷൻ പ്ലാൻ എന്നാണെന്ന് പറഞ്ഞു. ഇനി ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ WTO അംഗമാകുന്നത് 8ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്, 1995-ലാണ്. അതുപോലെ തന്നെ പഞ്ചായത്തി രാജ് നിയമത്തിന് ഭരണഘടനയുടെ പിൻബലം നൽകുന്നത് 8ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. പഞ്ചായത്തി രാജിന് ഭരണഘടന പിന്തുണ നൽകുന്നത്. രാജസ്ഥാനിൽ ഓൾറെഡി പഞ്ചായത്തി രാജ് തുടങ്ങിയിരുന്നു. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിലവിൽ വരുന്നതും ഈ പഞ്ചവത്സര പദ്ധതി കാലത്താണ്. പിന്നെ പ്രധാനമന്ത്രി റോസ്ഗാർ യോജന ആയിട്ട് മാറുന്നത് ജവഹർ റോസ്ഗാർ യോജന പ്രധാനമന്ത്രി റോസ്ഗാർ യോജനയാവുന്നു. അതുപോലെ മഹിളാ സമൃദ്ധി യോജന ഇതൊക്കെ വരുന്നതും ഈ കാലത്താണ്. ലക്ഷ്യമിട്ടത് 5.6 ആണെങ്കിലും കിട്ടിയത് കണ്ടോ 6.8% കിട്ടുന്നുണ്ട്. 9ാം പഞ്ചവത്സര പദ്ധതിയും കൂടി നോക്കിയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കാം. 9ാം പഞ്ചവത്സര പദ്ധതി വരുന്നത് 1997 to 2002 ആണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന്റെ 50ാം വർഷം തികഞ്ഞപ്പോൾ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതിയാണ് 9ാം പഞ്ചവത്സര പദ്ധതി. കുറേ ക്വസ്റ്റ്യൻസിൽ വന്നിട്ടുള്ളതാണ്. 1997-ലാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന്റെ 50ാം വർഷം വരുന്നത്. 1947 50 വർഷം തികയുന്നത്. അത് 9ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഈ പദ്ധതി ജനകീയ പദ്ധതി എന്നും അറിയപ്പെടുന്നു. ഗ്രാമീണ വികസനം, വികേന്ദ്രീകൃത ആസൂത്രണം, രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച, സാമൂഹ്യ നീതിയിലും തുല്യതയിലും അധിഷ്ഠിതമായ വികസനം ഇതൊക്കെയായിരുന്നു 9ാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ടത്. സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട പഞ്ചവത്സര പദ്ധതിയാണ് 9ാം പഞ്ചവത്സര പദ്ധതി എന്നുള്ളതും ഓർത്തിരിക്കുക. സ്ത്രീ ശാക്തീകരണമായിരുന്നു പ്രധാന ലക്ഷ്യം. പിന്നെ കുടുംബശ്രീ നിലവിൽ വന്ന പദ്ധതിയാണ് ഈ 9ാം പഞ്ചവത്സര പദ്ധതി. 1998-ലാണ് കുടുംബശ്രീ നിലവിൽ വരുന്നത്. അത് 9ാം പഞ്ചവത്സര പദ്ധതി പ്രകാരമാണ്. 2ാം ആണവ പരീക്ഷണം നടക്കുന്നതും 1998-ലാണ്. കാർഗിൽ യുദ്ധം നടക്കുന്നത് 1999-ലെ ഈ പഞ്ചവത്സര പദ്ധതി കാലത്താണ്. 9ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ആരംഭിച്ച കുറച്ച് പദ്ധതികളാണ് BSY, AAI എന്നൊക്കെ പറയുന്നത്. ഇതിൽ BSY എന്ന് പറയുന്നത് ബാലികാ സമൃദ്ധി യോജനയാണ്. AAY അന്ത്യോദയ അന്ന യോജനയാണ്. JGSY ജവഹർ ഗ്രാം സമൃദ്ധി യോജന. അതിൽ വില്ലേജ് ഇൻഫ്രാസ്ട്രക്ചറും വിമൻ എംപ്ലോയ്മെൻറ്റും ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ സ്വർണ്ണ ജയന്തി ഗ്രാം സ്വരോസ്ഗാർ യോജന. അതിൽ സബ്സിഡീസും ക്രെഡിറ്റും ഒക്കെ കൊടുക്കുന്നു. മൈക്രോ എൻ്റർപ്രൈസ് ഒക്കെ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ളതൊക്കെയാണ് SGSY ഉദ്ദേശിക്കുന്നത്. പിന്നെ SGRY എന്ന് പറയുന്നത് സമ്പൂർണ്ണ ഗ്രാമീണ റോസ്ഗാർ യോജനയാണ്. മറ്റത് സ്വർണ്ണ ജയന്തി ഗ്രാം സ്വരോസ്ഗാർ യോജനയായിരുന്നു. ഇത് സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗാർ യോജനയാണ്. ഇവിടെ വേജ് എംപ്ലോയ്മെൻ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ വാംബെ എന്ന് പറയുന്നത് വാത്മീകി അംബേദ്കർ ആവാസ് യോജന എന്നാണ്. അത് അർബൻ സ്ലം ഏരിയയിലൊക്കെയുള്ള ആൾക്കാർക്ക് അവർക്ക് ഉള്ള ഷെൽട്ടർ ഒരുക്കുക, അവർക്ക് വീട് വെച്ച് കൊടുക്കുക എന്നുള്ള പദ്ധതി ആണ് വാംബെ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ടോയ്ലറ്റ് ഒക്കെ അർബൻ ഏരിയയിൽ വെച്ച് കൊടുക്കുക, അതായത് സ്ലം ഏരിയയിൽ താമസിക്കുന്നവർക്ക് വെച്ച് കൊടുക്കുക എന്നുള്ളതാണ് ആ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. SSI സർവശിക്ഷ അഭിയാൻ വരുന്നതും 9ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അതുപോലെ അന്നപൂർണ എന്ന് പറയുന്ന പദ്ധതി പദ്ധതി വരുന്നതും 2000-ലാണ്. 9ാം പഞ്ചവത്സര പദ്ധതി പ്രകാരമാണ്. ഇത് 6.5 ആണ് ലക്ഷ്യമിട്ടത് എങ്കിലും കിട്ടിയത് 5.4% ആണ് എന്നുള്ളതും നോട്ട് ചെയ്യണം. ഇനി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെങ്കിൽ ദ 8th 5-year plan in India was implemented between 1992 to 1997 ആണ്. ഇനി ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ്? 9th 5-year plan ആണ്. ജനകീയ ആസൂത്രണം എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായിരുന്നു? 9th 5-year പ്ലാന്റെ ഭാഗമായിരുന്നു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ 50ാം വാർഷികത്തിൽ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി ഏതാണ്? 9th 5-year പ്ലാൻ തന്നെയാണ്. 4ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് 5-year പ്ലാൻ ഫോക്കസ് ഓൺ ഗ്രോത്ത് വിത്ത് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ഇക്വാലിറ്റി? അതും 9th 5-year പ്ലാൻ ആണ്. 2023 ചോദിച്ച ചോദ്യമാണ്. ഇനി 9ാം പഞ്ചവത്സര പദ്ധതിയുടെ ആരംഭത്തിൽ ഇന്ത്യയുടെ ജനസംഖ്യയിൽ 35.97% ആളുകൾ ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയാണ് എന്ന് കണ്ടെത്തിയ കമ്മിറ്റി ഏതാണ്?
ലക്ഡാവാല കമ്മിറ്റിയാണ് 9ാം പഞ്ചവത്സര പദ്ധതിയുടെ ആരംഭത്തിൽ ഇന്ത്യയുടെ ജനസംഖ്യയിൽ 35.97% ആളുകൾ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണ് എന്ന് കണ്ടെത്തിയ കമ്മിറ്റി ഏതാണ്? ലക്ഡാവാല കമ്മിറ്റിയാണ്. ഇനി which 5-year plan did the government introduce ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി ഇൻ ഇന്ത്യ? 2024 ചോദിച്ചതാണ്. ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി തുടങ്ങുന്നത് 9th 5-year പ്ലാനിലാണ്. അടുത്തത് ഇൻ ഇന്ത്യ വിമൻ കമ്പോണന്റ് പ്ലാൻ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് 9th 5-year പ്ലാനിലാണ്. അപ്പം നമ്മൾ അവിടെ പറയാത്ത 2 പോയിന്റ്സ് ആണ്. ഒന്ന് വിമൻ കമ്പോണന്റ് പ്ലാനും പിന്നെ ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റിയും, രണ്ടും 9th 5-year പ്ലാനിലാണ് ആരംഭിച്ചത്. കുടുംബശ്രീ ആരംഭിച്ച കാലത്തെ പഞ്ചവത്സര പദ്ധതി 9th 5-year പ്ലാൻ ആണ്. ഇനി 10ാം പഞ്ചവത്സര പദ്ധതിയാണ്. 2002-2007 10ാം പഞ്ചവത്സര പദ്ധതി വരുന്നത്. കേരള മോഡൽ എന്നറിയപ്പെടുന്നത് 10ാം പഞ്ചവത്സര പദ്ധതിയാണ്. വിദേശ മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഈ 10ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം. അതായത് ആദായകരമായും ഗുണമേന്മയുള്ളതുമായ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, ആളോഹരി വരുമാനം 10 വർഷം കൊണ്ട് ഇരട്ടിപ്പിക്കുക, സാക്ഷരത 75% വർദ്ധിപ്പിക്കുക എന്നൊക്കെയുള്ളതായിരുന്നു ലക്ഷ്യം. 2001 സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ പ്രകാരം സ്ത്രീ ശാക്തീകരണവും മുഖ്യ വിഷയമായിരുന്നു. അതുപോലെ കേരള മോഡൽ വികസന പദ്ധതി എന്നറിയപ്പെടുന്നു. വർഷം തോറും 8% GDP വളർച്ചാ നിരക്ക് കൈവരിക്കുക എന്നതും ലക്ഷ്യം തന്നെയായിരുന്നു. ഈ 10ാം പഞ്ചവത്സര പദ്ധതി പ്രകാരം വന്ന പദ്ധതികളാണ്. 2005 NRH വരുന്നു, നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ. ഹെൽത്ത് കെയർ കൊടുക്കുക എന്നുള്ളതാണ്. പ്രധാനമായിട്ടും വിമൻ ചിൽഡ്രനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള പദ്ധതിയാണ് നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ എന്ന് പറയുന്നത്. അടുത്ത് JNNURM ജനറം 2005 വരുന്നത്. ജവഹർലാൽ നെഹ്റു നാഷണൽ അർബൻ റിന്യൂവൽ മിഷൻ എന്നാണ് JNNURM പറയുന്നത്. അതായത് അർബൻ ഇൻഫ്രാസ്ട്രക്ചറും അർബൻ സർവീസസിലും ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള മോഡേൺ ആക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയായിരുന്നു JNNURM. പിന്നെ ഭാരത് നിർമ്മാൺ 2005 അതായത് ഈ ഭാരത് നിർമ്മാണിന് 6 കമ്പോണൻസ് ഉണ്ട്. ഗ്രാം സഡക് യോജന, ഇന്ദിര ആവാസ് യോജന, ഇറിഗേഷൻ, റൂറൽ വാട്ടർ സപ്ലൈ, റൂറൽ ഇലക്ട്രിഫിക്കേഷൻ, റൂറൽ ടെലിഫോണി എന്ന് പറയുന്ന 6 കമ്പോണൻസ് അടങ്ങിയ ഭാരത് നിർമ്മാൺ വരുന്നത് 2005 8.1% ആണ് ഇതിൻ്റെ 10th 5-year പ്ലാനിൻ്റെ ഗ്രോത്ത് റേറ്റ് എക്സ്പെക്റ്റ് ചെയ്തതെങ്കിൽ കൈവരിച്ച് 7.7% കൈവരിക്കാൻ സാധിച്ചു. ഇതാണ് 10th 5-year പ്ലാൻ. 10th 5-year പ്ലാനിൽ വന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. 10th 5-year പ്ലാൻ ഡ്യൂറേഷൻ 2002 to 2007 ആണ്. എത്രാം പഞ്ചവത്സര പദ്ധതിയാണ് സ്ത്രീ ശാക്തീകരണം മുഖ്യ ഇനമാക്കിയിരുന്നത്? 10th 5-year പ്ലാൻ ആണ്. ഇന്ത്യയുടെ 10ാം പഞ്ചവത്സര പദ്ധതിയിൽ സ്ത്രീ ശാക്തീകരണം മുഖ്യ വിഷയമായി എടുത്തിരിക്കുന്നതിന് കാരണം എന്താണ്? സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ 2001 പ്രകാരമാണ് ഈ സ്ത്രീ ശാക്തീകരണം എന്നത് മുഖ്യ വിഷയമായി എടുത്തിരിക്കുന്നത്, നമ്മൾ പറഞ്ഞിരുന്നു. 10ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം വെച്ച വളർച്ചാ നിരക്കും നേടിയെടുത്ത വളർച്ചാ നിരക്കും എത്രയാണെന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. 8.1% ആണ് ലക്ഷ്യം വെച്ച് 7.7% വളർച്ച നേടിയെടുത്തു. ഇനി which 5-year plan linked ICDS to അംഗൻവാടി സെന്റേഴ്സ്? ICDS പ്രോഗ്രാം വരുന്നത് 9th 5-year പ്ലാനിലാണ്. അത് അംഗൻവാടി സെന്റേഴ്സ് ആയിട്ട് ലിങ്ക് ചെയ്യുന്ന 10th 5-year പ്ലാനിലാണ്. അടുത്ത 11th 5-year പ്ലാൻ ആണ്. 2007-2012 കാലത്താണ് 11th 5-year പ്ലാൻ വരുന്നത്. വിദ്യാഭ്യാസ പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതിയാണ് 11ാം പഞ്ചവത്സര പദ്ധതി. അതുപോലെ തന്നെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് വനമേഖലയിൽ 5% വർധനവ് വരുന്നത് ഈ 5-year പ്ലാൻ പദ്ധതിയിൽ കാലത്താണ്. പ്രധാന ലക്ഷ്യങ്ങൾ മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സമഗ്ര വികസനം തന്നെയാണ്. അതുപോലെ അടിസ്ഥാന സൗകര്യ വികസനവുമാണ്. ഈ രാഷ്ട്രീയ കൃഷി വികാസ് യോജന എന്ന് പറഞ്ഞ് RKVY വരുന്നത് 2007 അതുപോലെ തന്നെ ആം ആദ്മി ഭീമ യോജന 2007 വരുന്നു. പിന്നെ ആധാർ പദ്ധതി 2010 വരുന്നു. RMSA എന്ന് പറയുന്ന രാഷ്ട്രീയ മാധ്യമിക് അക്ഷയ അഭിയാൻ തോന്നുന്നു, അല്ല സോറി RMSA അല്ലേ, രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷ അഭിയാൻ, അത്
ക്വാളിറ്റി സെക്കൻഡറി എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ളതാണ് ഈ RMS. സെക്കൻഡറി എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ളതാണ് ശിക്ഷാ അഭിയാനാണ് കേട്ടോ. അതായത് സെക്കൻഡറി, മീഡിയം എന്ന് പറയുന്നത് സെക്കൻഡറി ആണ്. അതിൻ്റെ സെക്കൻഡറി എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റി, അവരുടെ ഫെസിലിറ്റീസ്, ഫ്രീ സെക്കൻഡറി എഡ്യൂക്കേഷൻ കൊടുക്കുക, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് RMSയിൽ പറയുന്നത്. അതുപോലെ തന്നെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് നിലവിൽ വരുന്നതും 11th 5 year പദ്ധതി കാലത്താണ്. 9% ആയിരുന്നു ഇവർ എക്സ്പെക്റ്റ് ചെയ്തത്. എന്നാൽ 8.2% എന്ന് പറയുന്ന ഏറ്റവും ഹയസ്റ്റ് ഗ്രോത്ത് റേറ്റ് അച്ചീവ് ചെയ്യുന്ന പ്ലാനും 11th 5 year പ്ലാൻ ആണ്. 11th 5 year പ്ലാനിൽ നിന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. 11th 5 year പ്ലാൻ ഡ്യൂറേഷൻ 2007-2012 ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്ന ആശയം ലക്ഷ്യമാക്കിയ ആദ്യ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതിയാണ് 11th 5 year പ്ലാൻ എന്ന് പറയുന്നത്. അടുത്ത്, ഭക്ഷ്യവസ്തുക്കളുടെ സുസ്ഥിരതയ്ക്ക് മുൻഗണന നൽകിയ പഞ്ചവത്സര പദ്ധതി ഏതാണ്? 11th 5 year പ്ലാൻ ആണ്, ഭക്ഷ്യവസ്തുക്കളുടെ സുസ്ഥിരതയ്ക്ക്. Which of the following is growth achieved by Indian economy in 11th plan period? Average of 7.9 ആണ്. 8% ആണ് കൈവരിച്ച നിരക്ക് പറയുന്നത്, എന്നാൽ 7.9 ആണ് ആവറേജ് ഇതിൻ്റെ ഓപ്ഷനിലുള്ളത്. അതെടുക്കാം. അപ്പം 12ാം പഞ്ചവത്സര പദ്ധതിയുടെ അവസാനത്തെ പഞ്ചവത്സര പദ്ധതിയാണ് 12. 2012 മുതൽ 17 വരെയാണ്. ഓർത്തിരിക്കാം, 12ാം പഞ്ചവത്സര പദ്ധതി 12 തന്നെയാണ്. 12-17 പറഞ്ഞത്. സുസ്ഥിര വികസനവും ത്വരിതഗതിയിലുള്ള വളർച്ചയുമായിരുന്നു പ്രധാന ലക്ഷ്യങ്ങൾ. ഈ 12ാം പഞ്ചവത്സര പദ്ധതിയുടെ കരട് രേഖയിൽ 9% വളർച്ചാ നിരക്കാണ് ലക്ഷ്യമിട്ടിരുന്നത്. പിന്നീട് അത് കുറച്ച് 8.2% ആക്കി. പിന്നെ 2012 ഡിസംബർ 27 ദേശീയ വികസന സമിതി അനുവദിച്ച വളർച്ചാ നിരക്ക് എന്ന് പറയുന്നത് 8%. എക്സ്പെക്റ്റഡ് ആണ് 8%. പക്ഷേ അത് 12ാം പഞ്ചവത്സര പദ്ധതിയോടുകൂടി പഞ്ചവത്സര പദ്ധതികൾ അവസാനിക്കുകയും പകരം നീതി ആയോഗ് വരികയും ചെയ്തില്ല. 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വരുന്നത്. 2014 ഓഗസ്റ്റിൽ 12ാം പഞ്ചവത്സര പദ്ധതി അവസാനിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് 12ാം പഞ്ചവത്സര പദ്ധതിയിലുള്ളത്. ഇതോടുകൂടി പഞ്ചവത്സര പദ്ധതി 12th 5 year പ്ലാൻ ഇതോടുകൂടി കഴിയുകയാണ്. അതായത് പഞ്ചവത്സര പദ്ധതികൾ എന്നുള്ള അത് കഴിയുകയാണ്. ഇനി നീതി ആയോഗ് എന്ന് പറഞ്ഞതാണ് പിന്നീട് വരുന്നത്, ഈ 5 year പ്ലാനിന് പകരമായിട്ട് വരുന്നത്. നോക്കാം. 12th 5 year പ്ലാൻ ഡ്യൂറേഷൻ 2012-17 12th 5 year പ്ലാൻ കംപ്ലീറ്റഡ് ഇറ്റ്സ് ടേം ഇൻ മാർച്ച് 2017 കേട്ടോ. ഓഗസ്റ്റ് എന്നായിരുന്നു ഞാൻ പറഞ്ഞിരുന്നത്, സോറി, മാർച്ച് 2017. ഇനി ദ 12th 5 year പ്ലാൻ ഗേവ് എംഫസിസ് ഓൺ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് തന്നെയാണ്. ഇനി ഫാസ്റ്റർ, മോർ ഇൻക്ലൂസീവ് ആൻഡ് സസ്റ്റൈനബിൾ ഗ്രോത്ത് വാസ് ദ വാച്ച്വേർഡ് ഓഫ് 12th 5 year പ്ലാൻ ആണ്. ഇനി 12th 5 year പ്ലാൻ ഗ്രോത്ത് റേറ്റ് ടാർഗറ്റ് എത്രയായിരുന്നു? 8% എന്നതായിരുന്നു ഓപ്ഷനിൽ ഉണ്ടായിരുന്നത് DTP ഓപ്പറേറ്റർ 2017. എന്നാൽ അഗ്രി അസിസ്റ്റന്റ് 2018 പറഞ്ഞിരിക്കുന്ന 9% എന്നാണ്. അപ്പം ടാർഗറ്റ് വെച്ചത് 8% എന്നാണ് ബുക്കിലൊക്കെ പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് ഇതും ഓർത്തിരിക്കുക. ഇത്രയാണ് പഞ്ചവത്സര പദ്ധതികളിൽ ഉള്ളത്. 2 ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. ഇൻ വിച്ച് 5 year പ്ലാൻ നാഷണൽ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് പ്രോഗ്രാം എയിംസ് ടു ഇംപ്രൂവ് ആക്സസ് ടു ദി ലൈഫ് ട്രാൻസ്ഫോമിംഗ് ട്രാൻസ്പ്ലാന്റേഷൻ ഫോർ നീഡി സിറ്റിസൺ ഓഫ് അവർ കൺട്രി? അതായത് നാഷണൽ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് പ്രോഗ്രാം എന്ന് പറയുന്ന പ്രോഗ്രാം തുടങ്ങുന്നത് 12th 5 year പ്ലാനിലാണ്. ഇത് 2024 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതായത് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ പ്രോഗ്രാം എന്ന് പറയുന്ന പ്രോഗ്രാമായിട്ട് തന്നെ തുടങ്ങുന്നത് 12th 5 year പ്ലാനിലാണ്. ഇനി 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് 2023 ചോദിച്ചിരിക്കുന്നു. സുസ്ഥിര വികസനം, മുഴുവൻ ഗ്രാമങ്ങളെയും വൈദ്യുതീകരിക്കൽ, വിദ്യാലയങ്ങളിലെ ലിംഗ അസമത്വം കുറയ്ക്കുക. ഇവയെല്ലാം എന്ന് പറയുന്ന ഓപ്ഷനാണ് 12th 5 year പ്ലാനിൽ വരുന്നത്. ഇത്രയുമാണ് പഞ്ചവത്സര പദ്ധതികളും അതിൽ നിന്ന് വന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും. ഇത്രയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉപകാരപ്പെട്ടാലും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.